Good evening, learners. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെൽഫെയർ മീൻസ് ക്ഷേമം, അലോക്കേറ്റീവ് എഫിഷ്യൻസി അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ആദ്യമായിട്ട് പഠിച്ചത് മാർക്കറ്റ് സിറ്റുവേഷൻ്റെ മാർക്കറ്റ് സ്ട്രക്ചറിൽ നമ്മൾ ആദ്യമായിട്ട് പഠിച്ചത് പെർഫെക്റ്റ് കോമ്പറ്റീഷനാണ്. ഇതിൻ്റെ അടുത്തതായിട്ട് നമ്മൾ മാർക്കറ്റ് ഫെയിലിയർ ആണ്. അത് നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾക്ക് ആദ്യമായിട്ട് നമുക്ക് പറയാവുന്നത് കുറേ കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളതാണ് പല പല ചാപ്റ്ററിലായിട്ട്. ആദ്യമായിട്ട് നമുക്കറിയാം ഫണ്ടമെന്റൽ പ്രോബ്ലംസ്. ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ തന്നെ ഫണ്ടമെന്റൽ പ്രോബ്ലംസ് സ്കേഴ്സിറ്റി ആണ്. അപ്പം അത് കാരണം പരിമിതമായിട്ടുള്ള വിഭവങ്ങൾ നമുക്ക് ഒപ്റ്റിമമായിട്ടുള്ള പ്രൊഡക്ഷൻ വേണം, പരമാവധി കൺസംഷൻ വേണം. അതുപോലെ തന്നെ ഈ പരിമിതമായിട്ടുള്ള വിഭവങ്ങൾ എല്ലാ മേഖലയിലും വീതിച്ച് നമ്മൾ കൊടുക്കുകയും വേണം. നമുക്കറിയാം വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്സ് ഇൻ ഇക്കണോമിക്സ്, അതായത് അവർ പറയുന്നത് പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ഈസ് ജസ്റ്റ് എഫിഷ്യൻറ്റ്. ഇതാണ് അവരുടെ അസംഷൻ, അവരുടെ സങ്കല്പം ഇതാണ്. പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് നമ്മൾ പറഞ്ഞു, അത് പെർഫെക്റ്റ് ആണ്. അടുത്ത സെക്ഷനിൽ നമ്മൾ പറയും ഈ അസംഷൻസ് എല്ലാം റിയൽ അല്ല, അത് ഇമാജിനറി ആണ്. അപ്പം ഇത് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അപ്പം എഫിഷ്യൻസി, ഡെഫിനിഷൻ ആൻഡ് കൺസെപ്റ്റ്സ്. പരേറ്റോസ് പറഞ്ഞുതരാം. നോ വൺ ക്യാൻ ബി മെയ്ഡ് ബെറ്റർ ഓഫ് വിത്തൗട്ട് മേക്കിംഗ് സംവൺ എൽസ് വേഴ്സ് ഓഫ് ദാൻ ബിഫോർ. നോ വൺ, നിങ്ങൾ ആരെങ്കിലും ഒരാൾ ബെറ്റർ ആണെമെങ്കിൽ മറ്റൊരാളിൽ നിന്ന് മറ്റൊരാൾക്ക് എന്തെങ്കിലും നഷ്ടം വരുമ്പോഴാണ് നിങ്ങൾക്ക് ബെറ്റർ ആകാൻ പറ്റുള്ളൂ. ഒരാളുടെ ലാഭം മറ്റൊരാളുടെ നഷ്ടമാണ്. ഇത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. നോ വൺ ക്യാൻ ബി മെയ്ഡ് ബെറ്റർ ഓഫ്. ഒരു മനുഷ്യനും ബെറ്റർ ഓഫ് മറ്റൊരാൾ വേഴ്സ് ആകാതെ, അതായത് സാലറിയിൽ നിങ്ങൾക്ക് ഇൻക്രിമെന്റ് കിട്ടുമ്പോൾ മറ്റേ ആൾക്ക് അതനുസരിച്ച് ചിലപ്പോൾ ഇൻക്രിമെന്റ് കിട്ടിയില്ലെങ്കിൽ ഈ മേ റിമെയിൻ ഇൻ ദ സെയിം പൊസിഷൻ ഓർ ഈ മേ ബിക്കം എ വേഴ്സ്. അപ്പൊ പരേറ്റോസ് എഫിഷ്യന്റ്, അതാണ് ഞാൻ ഇതിനകത്ത് ഇറ്റാലിക്സിൽ ഇട്ടിരിക്കുന്നത്, അത് ബുക്കിൽ നിന്ന് തന്നെ എടുത്തിരിക്കുന്നതാണ്. അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ഇൻ പരേറ്റോ ഈസ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ത്രൂ ഫർദർ റീഅലോക്കേഷൻ. ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഉൽപാദനം അത് റീഅലോക്കേറ്റ് ചെയ്ത് വിഭവങ്ങൾ നമ്മൾ രണ്ടാമത് നമ്മൾ റീഅറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ആരും ബെറ്റർ ഓഫ് ആകുന്നില്ല. കാരണം ബെറ്റർ ഓഫ് ആണെങ്കിൽ അതുകൊണ്ട് മറ്റാരെങ്കിലും അതിൽ നിന്ന് നഷ്ടം സഹിക്കേണ്ടി വരും. ഒരാളുടെ ലാഭം പറയും, സ്റ്റോക്ക് മാർക്കറ്റിൽ എനിക്കിന്ന് ലാഭം കിട്ടി, മറ്റൊരാൾ പറയും എനിക്കിന്ന് നഷ്ടമായിരുന്നു. ഒരാൾക്ക് ലാഭം കിട്ടുമ്പോൾ മറ്റൊരാൾക്ക് നഷ്ടം വരും. സ്റ്റോക്ക് മാർക്കറ്റിൽ എല്ലാവർക്കും ഒരേപോലെ ലാഭം വരില്ല. കാരണം ഒരാൾ മേടിക്കുമ്പോഴാണ് അല്ലെങ്കിൽ വിൽക്കുമ്പോഴാണ് അയാൾക്ക് എവറി ബയർ വി നീഡ് എ സെല്ലർ, എവറി സെല്ലർ വി നീഡ് എ ബയർ. അപ്പൊ എഫിഷ്യൻസി ഇൻ പ്രൊഡക്ഷൻ നീഡ്സ് ടു ബി ടൈഡ് വിത്ത് ദ ഇൻഡിവിജ്വൽ പ്രിഫറൻസസ്. ഇനി ആദ്യം എന്താണെന്ന് നോക്കാം. പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി, അതായത് പരേറ്റോന്റെ തിയറിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത് പറയുന്നത്. പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി ഇഫ് ദ റിസോഴ്സസ് വിച്ച് ആർ യൂസ്ഡ് ഫോർ പ്രൊഡക്ഷൻ. വിഭവങ്ങൾ നമ്മൾ പറഞ്ഞു, ഉൽപാദനം നമ്മൾക്ക് പല പല വിഭവങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ട് ടെക്നിക്കലി എഫിഷ്യൻ്റ് ആയിരിക്കും. വിഭവങ്ങൾ ഉപയോഗിക്കുമ്പോൾ ടെക്നിക്കലി എഫിഷ്യൻ്റ് ആയിരിക്കും. കാരണം എന്താണ്? ഇഫ് നോ ഫർദർ റീഅലോക്കേഷൻ വുഡ് പെർമിറ്റ് മോർ ഓഫ് വൺ ഗുഡ് ടു ബി പ്രൊഡ്യൂസ് വിത്തൗട്ട് നെസസറിലി. അപ്പൊ ടെക്നിക്കലായിട്ട് പറയുകയാണെങ്കിൽ തന്നെ അത് എഫിഷ്യൻ്റ് ആണ്. കാരണം ടെക്നോളജിയിൽ മാറ്റം വരുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഈ നോ ഫർദർ റീഅലോക്കേഷൻ, ടെക്നോളജിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ നോ ഫർദർ റീഅലോക്കേഷൻ കൊണ്ട് ഒരാൾ ബെറ്റർ ആകാതെ മറ്റേ ആൾക്ക്, ഒരാൾ മോശമാകാതെ മറ്റേ ആൾക്ക് ബെറ്റർ ആകാനായിട്ട് സാധിക്കില്ല. ദാറ്റ് ഈസ് ടെക്നോളജിക്കൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്. നമ്മൾ പറയാം പ്രൊഡക്ഷൻ പോസിബിലിറ്റിക്ക് 2 ചാപ്റ്ററിൽ ഉൽപാദന സാധ്യത വക്രം, ആ 2 ചാപ്റ്ററിൽ ഞാൻ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രണ്ടിയർ ഓഫ് എൻ എക്കോണമി നോക്കിയേ, എ ആൻഡ് ബി they are equally efficient. We can either choose A, ഒന്നില്ലെങ്കിൽ A എടുക്കാം അല്ലെങ്കിൽ നമുക്ക് B എടുക്കാം. പക്ഷേ C is not at all efficient. If we are producing at the point C, that means the economy is not working in the efficient manner. കാരണം we have to reach to the production possibility curve.
അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? വി ഹാവ് ടു ഗ്രോ ദ റിസോഴ്സസ്, ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്, അല്ലെങ്കിൽ ടെക്നോളജിയിൽ മാറ്റം വരുത്തി എഫിഷ്യൻസി വർദ്ധിപ്പിച്ചു, അല്ലെങ്കിൽ ഇന്നോവേഷൻ നടത്തി, ഇൻവെൻഷൻ നടത്തി, ഇന്നോവേഷൻ നടത്തി നമ്മളുടെ പിന്നെ ടെക്നോളജി വ്യത്യാസം വരുത്തി ഉൽപാദനം വർദ്ധിപ്പിച്ചു എയിലോ ബിയിലോ എത്തിക്കാൻ നോക്കുക. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് നമ്മൾ 2 പ്രാവശ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ. എ ആൻഡ് ബി ടെക്നിക്കലി എഫിഷ്യന്റ് ആണ്. പ്രൊഡക്ഷൻ എയിലാണെങ്കിൽ എനി പോയിന്റ് ഓൺ ദ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വിൽ ഗിവ് യു ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ ഈക്വൽ പ്രൊഡക്ഷൻ. ഏത് പോയിന്റും എയിലോ ബിയിലോ സിയിലോ ഏത് പോയിന്റിൽ നമ്മൾ എയിലോ ബിയിലോ ഡിയിലോ ഏത് പോയിന്റ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ ഏത് പോയിന്റിൽ നമുക്ക് നിന്ന് ഉൽപ്പാദിപ്പിച്ചാലും നമുക്ക് ഏത് പോയിന്റും ഈക്വൽ ആയിട്ടുള്ള നമുക്ക് പ്രൊഡക്ഷൻ കിട്ടും. നേരെ മറിച്ച് സിയിലാണ് പ്രൊഡക്ഷൻ ആണെങ്കിൽ ദാറ്റ് മീൻസ് the resources are not fully utilized, അല്ലെങ്കിൽ വിഭവങ്ങൾ കാര്യമായിട്ട് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടില്ല. ഇനി ടെക്നിക്കൽ എഫിഷ്യൻസി എപ്പോഴാണ് ഒരു ഫേം ടെക്നിക്കൽ എഫിഷ്യന്റ് ആവുന്നത്? if a firm is producing the maximum output from the minimum quantity of inputs. ഏറ്റവും കുറഞ്ഞ ചെലവ് കൊണ്ട് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ ആ ഫേം ടെക്നിക്കലി എഫിഷ്യന്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തത് എഫിഷ്യന്റ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് എമംഗ് ഫേംസ്. നമ്മൾ പറഞ്ഞു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ദർ ആർ എ ലാർജ് നമ്പർ ഓഫ് ഫേംസ്. എങ്ങനെയാണ് വിഭവങ്ങൾ ഓരോ ഫേമിലും നമ്മൾ എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്? കാരണം എപ്പോഴാണ് എഫിഷ്യന്റ് അലോക്കേഷൻ ആകുന്നത്? The marginal physical product of any resource is the production of a particular good is same no matter which firm produces. അപ്പൊ ഏത് കമ്പനി ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് കിട്ടുന്ന മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് എല്ലാ സ്ഥലത്തും തുല്യമായി സെയിം ആയിരിക്കണം, വ്യത്യാസം ഉണ്ടാകരുത്. അപ്പോൾ നമ്മളുടെ ടെക്നിക്കലി ഏത് ഫേമാണ് ഉപയോഗിക്കുന്നത് അത് ടെക്നിക്കലി എഫിഷ്യന്റ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം അത് ഒരു ഫേം ഉപയോഗിച്ച് അവർക്ക് വ്യക്തമായിട്ടുള്ള അല്ലെങ്കിൽ മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് കിട്ടിയതിന് ശേഷം വേറെ ഏതെങ്കിലും ഒരു ഫേമും അത് ആ ടെക്നോളജി തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് സ്വയം ഒരേപോലത്തെ മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് ആണ് കിട്ടുകയാണെങ്കിൽ ദാറ്റ് മീൻസ് the firm is practicing under efficient allocation. Then the rates of technical substitution among inputs must be the same in the production of each good. But rates of technical substitution among the inputs, ഇനി ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഇൻപുട്ടുകളിൽ the rates of technical substitution must be the same. അത് ഇതുപോലെ തന്നെ സെയിം ആയിരിക്കണം in the production of each good. ഏത് കമ്പനി അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഒരു കമ്പനി ഉൽപ്പാദിപ്പിച്ച് മറ്റൊരു കമ്പനിയിൽ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ, ഒരു കമ്പനിയിൽ ഉൽപ്പാദിപ്പിച്ച് മറ്റൊരു കമ്പനിയിൽ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ the rate of technical substitution should be the same. എന്നാൽ മാത്രമേ efficient allocation of resources ഉണ്ടാവുകയുള്ളൂ. അത് അടുത്തത് ഇത് ചെയ്യാം. നോക്കിയേ, ഇത് നമ്മളുടെ ഈ ബോക്സിൽ കാണുന്ന ഏത് പോയിന്റും മനസ്സിലായോ? OX നമുക്ക് ഗ്രൂപ്പ് ഓഫ് ഐസോക്വാൻസ് ആണ്. പ്രൊഡക്ഷനിൽ പറഞ്ഞ ഇൻഡിഫറൻസ് കർവ് നമ്മൾക്ക് കൺസ്യൂമേഴ്സിനാണ്. നേരെ മറിച്ച് ഐസോക്വാൻസ് മീൻസ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ. അപ്പോൾ OX നോക്കിയ രണ്ടാണ്. Y ഉണ്ട്, Y1, Y2, Y3, Y4 ഉണ്ട്. അതിന്റെ ഒറിജിൻ OY ആണ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ മുകളിൽ സാധാരണ ഉപയോഗിക്കുന്ന OX മീൻസ് OX1, OX2, OX3, OX4 ഉണ്ട്. അപ്പോ രണ്ട് ഈ ഐസോക്വാൻസ് ആണ്. ഐസോക്വാൻസ് മീൻസ് ബോത്ത് ഐസോക്വാൻസ് ആർ ടാൻജന്റ് ടു ഈച്ച് അതർ. അങ്ങനെ വരുമ്പോൾ എനി പോയിന്റ് ഓൺ ദിസ്, ഇവിടെ P1, P2, P3, P4 നിട്ടോ. ഇവ P1, P2, P3, P4 mean any point on this box, on this isoquants, it should give you the same level of satisfaction. നേരെ മറിച്ച് A എന്ന് പറഞ്ഞ പോയിന്റ് it is not at all giving you the maximum production. Why? കാരണം ഇത് തന്നെ തെക്കാൻ no isoquants will intersect each other. Therefore A cannot be a production point. നേരെ മറിച്ച് P1 P2, P3, P4 നോക്കിയേ. ഇവിടെ OX ആണ്, ഇവിടെ ഒറിജിൻ ആണെങ്കിൽ OX1, OX2, OX3 and OX4. ഇനി OY ആണ് ഒറിജിൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ OY1, OY2, OY3, OY4. They are tangent
to that price line, and therefore all the points they are equal. On the other hand, A is not a efficient production point. Why? Because it is at the point where two isoquants are intersecting each other. നമ്മുടെ characteristics of isoquants എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞു no two isoquants should cut each other. Tangency of isoquants for good x and y implies that the slopes are equal. That is, അതൊക്കെ പോട്ടെ. Now efficiency in output mix. നമ്മൾ പ്രൊഡക്ഷൻ ഏതില് ഇല്ലേ, ചില സ്ഥലത്ത് ചിലപ്പോൾ ഇന്റൻസീവ് ടെക്നോളജി ഉണ്ട്, ലേബർ ഇന്റൻസീവ് ടെക്നോളജി ഉണ്ടാകും, ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജി ഉണ്ടാകും, അതുപോലെ സേവന മേഖലകളിൽ പല പല രീതികൾ ഉപയോഗിക്കും. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എഫിഷ്യൻസി ഇൻ ഔട്ട്പുട്ട് മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണ്? ദ നെസസറി കണ്ടീഷൻ Pareto's optimality product mix is that goods produced with the technical efficient allocation of resources are those which are most demanded by the consumers. ഞാൻ പറഞ്ഞു വിഭവങ്ങളുടെ പരിമിതമാണ്. ആ പരിമിതമായിട്ട് ഉപയോഗിച്ചിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗം കൺസ്യൂമേഴ്സ് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കണം. നമുക്ക് ക്യാപിറ്റൽ ഗുഡ്സ് വേണം, കൺസ്യൂമർ ഗുഡ്സ് വേണം. നമുക്ക് ഹൈഫൈ ആയിട്ടുള്ള കാറുകൾ മാത്രം ഉൽപ്പാദിപ്പിച്ച ഒരു ഇക്കോണമിയിലും അതിലോട്ട് പോവില്ല. നമുക്ക് കൺസ്യൂമർ ഗുഡ്സ് ഉൽപ്പാദിപ്പിക്കണം, സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കണം, അറ്റ് ദ സെയിം ടൈം നെസസറി ഗുഡ്സ് ഉൽപ്പാദിപ്പിക്കണം, കംഫർട്ട്സ് ഉൽപ്പാദിപ്പിക്കണം, ലക്ഷറീസ് ഉൽപ്പാദിപ്പിക്കണം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് റിസോഴ്സസ് ആർ മോസ്റ്റ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്ന സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ ദാറ്റ് മീൻസ് വൺ ഓഫ് ദ ബെസ്റ്റ് കൺസ്യൂമർ. ഇനി ടെക്നിക്കൽ ആണെങ്കിൽ ദ കണ്ടീഷൻ കുഡ് ബി അച്ചീവ്ഡ് വെൻ ദ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് എനി ഗുഡ്സ് ബൈ ദ കൺസ്യൂമർ ഈസ് ഈക്വൽ ടു ദ റേറ്റ് ഓഫ് പ്രൊഡക്റ്റ് ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് ഈക്വൽ ടു ദ റേറ്റ് ഓഫ് പ്രൊഡക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. ദാറ്റ് ഈസ് ടെക്നിക്കലി ഇറ്റ് ഈസ് ആക്ച്വലി ബീങ് സോ. ഒരു കണ്ടീഷൻ ഈസ് ദാറ്റ് എഫിഷ്യൻസി ഇൻ പ്രൊഡക്ഷൻ ഈസ് ദാറ്റ് ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുക. അപ്പോൾ എഫിഷ്യൻസി ഇൻ പ്രൊഡക്ഷൻ മിക്സ് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ടെക്നോളജിക്കലായിട്ട് നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ we should produce at the point where marginal rate of substitution is equal to the product rate of product transformation. അതങ്ങനെ അടുത്തത് കുഴപ്പമൊന്നുമില്ല. In a single person economy, the curve PP represents those combinations of x and y that can be produced. PP is production possibility. Every point ഇതാണ് ഇത് കേട്ടോ. Every point on this production possibility curve will give you the best same and equal production. പക്ഷേ ഏറ്റവും ബെസ്റ്റ് പോയിന്റ് ഇവിടെ ഏറ്റവും ബെസ്റ്റ് പോയിന്റ് ജി ആണ്. ബിക്കോസ് one is U1 is ഐസോകോണ്ട് മാപ്പിന്റെ ഏറ്റവും താഴ്ന്ന ഐസോകോണ്ടാണ് U1. Higher the isocones, higher will be the production. Second one is the ideal one, കാരണം it is tangent to the PP, that is the production possibility curve. U3, although it is good, പക്ഷേ it is not reachable. നമുക്ക് അവിടെ എത്താൻ പറ്റില്ല. പ്രൊഡക്ഷൻ പോസിബിലിറ്റി നമുക്ക് അവിടെ എത്തണമെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ വിഭവങ്ങൾ കൂടുതൽ ടെക്നോളജികളായിട്ടുള്ള സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജിയും അതുപോലത്തെ ഉള്ള മോഡേൺ മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇതെല്ലാം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ രാജ്യത്തിന് ഉൽപ്പാദിപ്പിക്കുന്ന മേഖലയ്ക്ക് നമുക്ക് U3 ഐസോകോണ്ടിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും. ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ഓഫ് എഫിഷ്യൻസി കണ്ടീഷൻ ഓഫ് ഓപ്റ്റിമം പ്രൊഡക്റ്റ് മിക്സ്. ഇതാണ് ഗ്രാഫിക്കൽ കണ്ടീഷൻ. ദ പ്രൊഡക്റ്റ് മിക്സ് ഏറ്റവും ബെസ്റ്റ് ഈസ് അറ്റ് ദ പോയിന്റ് ഇ വേർ ഇറ്റ് ഈസ് ടാൻജന്റ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് ടാൻജന്റ് ഐസോകോണ്ട് ടു ടാൻജന്റ് ആണ്. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ആൻഡ് ഐഡിയൽ ഫോർ ദ ഓപ്റ്റിമം പ്രൊഡക്ഷൻ മിക്സ്. U3 ഈവൻ ദ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ്. ഇനിയും ഫർദർ ആയിട്ട് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ നിലവിലുള്ള സ്കേഴ്സ് ആയിട്ടുള്ള വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് ഇനി ആ മേഖലയിലേക്ക് നമുക്ക് എത്താനായിട്ട് നമുക്ക് സാധിക്കില്ല അൺലെസ് ആൻഡ് അൺടിൽ വി ഇംപ്രൂവ് അവർ റിസോഴ്സസ്. ഇനി എഫിഷ്യൻസി ഇൻ എ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്. ഇനി നമ്മൾ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റിലോട്ട് പോവുകയാണ്. A firm is producing efficient when the total use of resources results in the lowest possible cost per unit of. അതായത് നമുക്കറിയാം ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ഉൽപ്പാദിപ്പിക്കുക, അങ്ങനെ പരമാവധി ലാഭം കിട്ടുക. ഇതാണ് ഓരോ പ്രൊഡ്യൂസറിന്റെയും പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഓരോരുത്തരുടെ ലക്ഷ്യം. ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഉൽപ്പാദിപ്പിക്കുക, ഏറ്റവും
പിന്നെ കൂടിയ വിലയ്ക്ക് വിൽക്കുക, അങ്ങനെ പരമാവധി ലാഭം ഉണ്ടാക്കുക. പക്ഷെ കൺസ്യൂമേഴ്സ് എന്താണ് ചെയ്യുന്നത്? കൺസ്യൂമേഴ്സിന് ലോവസ്റ്റ് പ്രൈസിൽ ബെസ്റ്റ് ക്വാളിറ്റി ഫുഡ് കിട്ടണം. അപ്പൊ എന്താ ചെയ്യുന്നത്? സാധന സേവനങ്ങളുടെ ലഭ്യത അല്ലെങ്കിൽ പ്രൈസ് ഗണ്യമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ബട്ട് ദ ക്വാളിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ് ഈസ് വെരി വെരി പുവർ. This would be point where average total cost is minimized. Then, even stating that the current quantity is produced, in fact, implies that the last unit produced cost is exactly what the consumer is willing to pay. അതായത് മാർജിനൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു MC ഈസ് ഈക്വൽ ടു MR ആൻഡ് AC ഈസ് ഈക്വൽ ടു AR. ഇതാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ എന്താണ് നമ്മൾ പറഞ്ഞത്? ഡിമാൻഡ് ലൈൻ പറഞ്ഞത് it is horizontal to the x-axis, where MC is equal to MR, equilibrium point വരുന്നത് MC is equal to MR and AC is equal to AR. Then നോക്കിയേ, നേരത്തെ കണ്ടതാണിത്. ഇത് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഒരു പെർഫെക്റ്റ് PCM ഫോം പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, പിന്നെ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്. ഇതൊരു കമ്പനിയാണ്, ഇതൊരു ഇൻഡസ്ട്രിയാണ്. വിവിധ കമ്പനികൾ കൂടിയതാണ് ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയാണ് വില നിശ്ചയിക്കുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ മാർക്കറ്റ് ഫോഴ്സസ്. പ്രൈസ് മീറ്റ് ചെയ്യുന്നു. P ആണ് പ്രൈസ്. ഈ P എന്ന് പറഞ്ഞ പ്രൈസിൽ ഇൻഡിവിജ്വൽ ഫോംസിന് വേണമെങ്കിൽ എത്ര മാത്രം വേണമെങ്കിലും വിറ്റഴിക്കാം. അതുകൊണ്ടാണ് ദേ ആർ പ്രൈസ് ടേക്കേഴ്സ്. അവർ പ്രൈസ് മേക്കേഴ്സ് അല്ല. അവർക്ക് പ്രൈസ് മേക്ക് ചെയ്യാൻ പറ്റില്ല. നോക്കിയേ, അവരപ്പോൾ എങ്ങനെയാണ് അവരുടെ പ്രൈസ്, എങ്ങനെയാണ് അവർ പിന്നെ മിനിമം കോസ്റ്റ് തന്നെ എങ്ങനെയാണ് അവർ ഇക്വിലിബ്രിയം പോയിന്റ് വെക്കുന്നത്? MC ഈസ് ഈക്വൽ ടു MR, ആവറേജ് റവന്യൂ ഈസ് ഈക്വൽ ടു മാർജിനൽ റവന്യൂ. മാർജിനൽ റവന്യൂ ഏറ്റവും അവസാനത്തെ യൂണിറ്റിൽ നിന്ന് കിട്ടുന്ന വിലയാണ് ഈ പറഞ്ഞത് മാർജിനൽ റവന്യൂ. ആവറേജ് റവന്യൂ മീൻസ് ശരാശരി വരുമാനം, മീൻസ് ഒരു വസ്തുവിന്റെ വില. ആവറേജ് കോസ്റ്റ് ആൻഡ് മാർജിനൽ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റ് മീൻസ് ഏറ്റവും അവസാനത്തെ യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാൻ ചെലവാകുന്ന കോസ്റ്റിനെ പറഞ്ഞത് മാർജിനൽ കോസ്റ്റ്. ഏറ്റവും അവസാനത്തെ യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പിന്നെ ശരാശരി ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വിലയാണ് നമ്മൾ പറയുന്നത് ആവറേജ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി ഇൻ ദ ലോങ് റൺ. ഇതുപോട്ടെ, ഇൻ സം അതൊക്കെ പറഞ്ഞു തന്നു. Productive efficiency in the long run equilibrium for a perfectly competitive market shows that AR is equal to AC minimum. AR അവിടെ easy ആണ്. Average revenue should be average is equal to average cost ന്റെ മിനിമം ആയിരിക്കണം. The firm is productively efficient. അപ്പോൾ ആവറേജ് കോസ്റ്റ് ശരാശരി ഓരോ യൂണിറ്റിന്റെയും ശരാശരി കോസ്റ്റ് ഏറ്റവും മിനിമം ആണെങ്കിൽ ആ കമ്പനി എഫിഷ്യന്റ് ആണ്. അലോക്കേറ്റീവ് എഫിഷ്യൻസി എപ്പോഴാണ്? The horizontal demand curve will set output along the upward sloping MC curve, inevitably forcing the firm to produce where the marginal. അപ്പോൾ എപ്പോഴാണ് ലോങ് റൺ ഇതിനകത്ത് വരുന്നത്? മനസ്സിലായോ? That is marginal cost is equal to marginal revenue. നമ്മൾ പറഞ്ഞു MC curve ആണ് ഒരു പരിധിയിൽ സപ്ലൈ curve. MC curve it will start from upwards and it will cut the average cost curve from below and it will go upwards. ഈ അപ്വേർഡ്സ് പോകുന്ന MC കർവിന്റെ ആ ഭാഗമാണ് നമ്മൾ പറയുന്നത് സപ്ലൈ കർവ്. അപ്പോൾ ലോങ് റണ്ണിൽ ആവറേജ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ്, ദെൻ മാർജിനൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു മാർജിനൽ റവന്യൂ. എഫിഷ്യൻസി ഇൻ എ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് എക്കോണമി. വി അസ്യൂം ദാറ്റ് നമുക്കറിയാം രണ്ട് കാര്യങ്ങൾ, രണ്ട് നിയമങ്ങൾ ഇക്കണോമിക്സിലെ രണ്ട് ലോ നമ്മൾ പഠിച്ചത്. ആസ് പെർ ദ ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺ, ഓരോ വ്യക്തിയും വർക്കിന് കയറുമ്പോൾ ഓൺ എ ഫിക്സ്ഡ് ലാൻഡ് ബ്രിങ്സ് ലെസ് ആൻഡ് ലെസ് എക്സ്ട്രാ ഫുഡ്. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ റിട്ടേൺസ്. അഡീഷണൽ ആയിട്ട് കാർഷിക മേഖലയിൽ അഡീഷണൽ ആയിട്ട് ഓരോ വ്യക്തിയെ നമ്മൾ പ്രവേശിക്കുമ്പോൾ ഒരു പോയിന്റ് കഴിഞ്ഞതിന് ശേഷം അഡീഷണൽ ആയിട്ട് വരുന്ന ഓരോ വ്യക്തിയിൽ നിന്ന് കിട്ടുന്ന ഉൽപാദനം അതിന് മുമ്പത്തേനെക്കാട്ടും കിട്ടിയ ആളിൽ നിന്ന് കുറവായിരിക്കും. ദാറ്റ് ഈസ് മെയിൻലി ബിക്കോസ് ഓഫ് ദ ഓപ്പറേഷൻ ഓഫ് ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ റിട്ടേൺസ്. അടുത്തത് കൺസ്യൂമേഴ്സിന്റെ അല്ലേ, ഓരോ എക്സ്ട്രാ ഫുഡ് കൺസ്യൂം ചെയ്യുമ്പോഴും ഈസ് എക്സ്പീരിയൻസിങ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി മീൻസ് അത് അഡീഷണൽ ആയിട്ട് നമ്മൾ ഒരു പരിധി എത്തിയതിനു ശേഷം ആദ്യം നമ്മൾ ഒരു ഓറഞ്ച് കഴിച്ചു, രണ്ടാമതൊരു ഓറഞ്ച് കഴിച്ചു, മൂന്നാമതൊരു ഓറഞ്ച് കഴിച്ചു. ഞാൻ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു തന്നെ. ആദ്യം ഒരു ആപ്പിൾ കഴിച്ച് ഒരു പരിധി എത്തിയതിനു ശേഷം then the utility starts coming down and it may even go negative. ഓക്കെ, ഇതാണ്
mu is equal to demand, margin utility is equal to demand. That is the horizontal sum of the demand curve is DD, that is equal to mu, or mu is equal to DD. അതുപോലെ തന്നെ the horizontal sum of the supply curve is known as എന്താണ് ഇത് പിന്നെ MC. ഞാൻ പറഞ്ഞു സപ്ലൈ കർവ് MC curve, it will cut, it will start from below the average cost curve, and it will cut the average cost curve at its minimum point, and it will go upwards. ഈ അപ്വേർഡ്സ് പോകുന്നതാണ് സപ്ലൈ കർവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ MC is equal to supply curve. Both are intersecting. DD is the sum total of the demand curves of different industries, and MC is the supply curve of different industries. DD is the demand curve, SS is the supply curve, intersecting at the point E. At point E, farmers supply exactly what consumers want to purchase at the equilibrium market price. The consumer goods ആണെങ്കിൽ at market E, nobody is bothered. മേടിക്കുന്നവനും വിൽക്കുന്നവനും ലാഭമാണ്, equilibrium. It is a point where nobody would like to deviate. അതാണ് ഇക്വിലിബ്രിയത്തിന് ഞാൻ നിങ്ങൾക്ക് ഡെഫിനിഷൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നത്. Each person will be working to the critical point where the declining margin and utility of consuming food curve intersects the rising margin and utility of the cost growing food curve. This is the declining margin and utility curve, and this is the rising marginal cost of growing food curve. So each farmer at the point E, farmers will supply exactly what the consumers want to purchase at the equilibrium rate. ഞാൻ പറഞ്ഞില്ലേ ആദ്യമായിട്ട് നമ്മൾ തുടങ്ങിയതാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. നമ്മൾ ആദ്യമായിട്ട് ഇവിടെ തുടങ്ങിയതാണ്. ഇപ്പം നമ്മൾ ക്ലാസ് പറഞ്ഞപ്പോൾ എന്താണ് ഏറ്റവും എഫിഷ്യൻ്റ് ആവുന്നത്? പ്രൊഡ്യൂസ് ദോസ് ഗുഡ്സ് വിച്ച് ദ കൺസ്യൂമേഴ്സ് ഡിമാൻഡ്. ദി കൺസ്യൂമേഴ്സിന് ആവശ്യമായിട്ട് സാധനം ഉൽപ്പാദിപ്പിക്കണം. അത് വല്ല സാധനം ഉൽപ്പാദിപ്പിച്ച് വല്ലപ്പോഴും ഒരാൾ വന്ന് മേടിച്ചിട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. മനസ്സിലായോ? ഗോൾഡ് പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഡയമണ്ട്സിന്റെ വേണമെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുക. ഡയമണ്ട്സ് സം പീപ്പിൾ വിൽ ബൈ, ബട്ട് ഒരു ഏത് കല്യാണമാണെങ്കിലും പീപ്പിൾ വിൽ അറ്റ്ലീസ്റ്റ് ബൈ ഗോൾഡ്. അപ്പൊ ഉള്ള കാശൊക്കെ മേടിച്ചോണ്ട് ഡയമണ്ട് മാത്രം മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ദർ മേ ബി വെരി ഫ്യൂ പീപ്പിൾ ടു യൂസ് ഇറ്റ്. അപ്പൊ കൂടുതലായിട്ട് ആളുകൾ മേടിക്കുന്ന സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുക. ദെൻ ഇക്കണോമിക് സർപ്ലസ് ആൻഡ് എഫിഷ്യൻസി. It also shows a new concept. The economic surplus എന്താണ്? It is the area between the supply and demand curves at the equilibrium. It is the area between the demand and supply curve. അതെ പറഞ്ഞത് between the demand and supply. It is the area between the demand and supply curve എന്ന് പറയുന്നത് economic surplus. It is the sum of the consumer surplus. What is consumer surplus? The difference between what the consumers are willing to pay and what he actually pays. ഒരു മൊബൈൽ ഫോൺ ഇവിടുന്ന് ജമ്മു ആൻഡ് കാശ്മീർ അല്ലെങ്കിൽ ഇവിടുന്ന് ഏത് സ്റ്റേറ്റ്സിലേക്ക് ഒരു മൊബൈൽ ഫോൺ വിളിക്കണം, മനസ്സിലായി? നിങ്ങൾ അവിടെ ചെന്ന് ന്യൂസ് പറയുകയാണെങ്കിൽ എത്ര പൈസ നിങ്ങൾക്ക് ചിലവാകും? യു ആർ പ്രിപ്പയർഡ് ടു പേ എനി എമൗണ്ട്. ബട്ട് ഈ കാര്യം നിങ്ങൾക്ക് സാധിക്കാം. ജസ്റ്റ് ഇപ്പം 30 പൈസ 40 പൈസ ഉണ്ടെങ്കിൽ യു ക്യാൻ കോൾ ദാറ്റ് പേഴ്സൺ. അപ്പൊ ദാറ്റ് ഈസ് നോട്ട് ആസ് കൺസ്യൂമേഴ്സ് സർപ്ലസ് എന്ന് പറയുന്നത്. സോ the consumer, it is the sum total of the consumer surplus, which is the area between demand curve and the price line, and the producer surplus, which is the area between the price line and the SS curve. നോക്കട്ടെ, ഇത് വന്നില്ല, ഡയഗ്രാം ഇല്ല. ഇതിനകത്ത് വേണമെങ്കിൽ ഉണ്ടാവും. ഇപ്പൊ അതിനകത്ത് പോയിട്ട് കാര്യമൊന്നുമില്ല. The producer surplus includes the rent. പ്രൊഡ്യൂസറിന് കിട്ടുന്ന സർപ്ലസ് ഏതൊക്കെയാണ്? റെന്റ് and profits to firms and owners of specialized inputs in the industry, and indicates the excess of revenues over the cost of production. പ്രൊഡ്യൂസറിന് കിട്ടുന്ന സർപ്ലസ് എന്താണ്? റെന്റ് കിട്ടും, പ്രോഫിറ്റ് കിട്ടും, അതുപോലെ തന്നെ വാട്ട് എവർ റെവന്യൂസ് ഓവർ ദ കോസ്റ്റ്. എത്രയാണ്? 100 രൂപയാണ് ഒരു വസ്തുവിന് കിട്ടുകയാണെങ്കിൽ മൊത്തം അതിന് ചിലവായത് റെന്റും പ്രോഫിറ്റും ഇതെല്ലാം കൂടി അയാൾക്ക് ചിലവായിട്ടുണ്ടെങ്കിൽ 80 രൂപയാണെങ്കിൽ ബാക്കിയാണ് 20 രൂപയാണ് അയാളുടെ ലാഭം എന്ന് പറയുന്നത്. The economic surplus is the welfare. What is the economic surplus? It is the welfare or net utility gain from production and consumption. അപ്പൊ സാമ്പത്തികമായിട്ട് ഒരാൾക്ക് ക്ഷേമം കൈവരിക്കുന്ന എപ്പോഴാണ്? When is welfare? When from production and consumption of a good. The economic surplus is the economic surplus. നമുക്ക് it is a abstract thing.
abstract thing, we cannot see and touch, it is not physical. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇക്കണോമിക് സർപ്ലസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ വെൽഫെയർ, അല്ലെങ്കിൽ നമുക്ക് മൊത്തം കിട്ടുന്ന ഉപയുക്തത എന്നു പറഞ്ഞാൽ എന്താണ്? From production and consumption of a good, it is equal to the consumer surplus plus producer surplus. P is equal to marginal utility price is equal to the consumers choose food purchases up to the amount where P is equal to the price is equal to marginal utility, implying that every person is gaining P utility, utils of satisfaction from the last unit of the food consumed. ഇനി P is equal to MC. P is equal to, that is, as producers, each person is supplying food to the point where the price of food exactly equals to MC. The price of food is equal to, but each producer will produce as long as the price is equal to the marginal cost. Then putting these two equations together, we see mu is equal to MC. Marginal utility is equal to marginal cost. That means that the utensils or the utils means ubayuktada gained from the last unit of food consumed should be equal to the leisure utils lost from the time needed to produce that particular unit of a commodity. The utility maximizing consumers spread there. ഇവിടെ ടി അല്ലട്ടാ, നമ്മൾ അടിക്കുമ്പോൾ റുപ്പിയ വരുന്നത്, ഇന്ത്യൻ റുപ്പിയ, അവിടെ റുപ്പീസ് ആണ് അവിടെ വരുന്നത്. ഇന്ത്യൻ റുപ്പിയാണ് അവിടെ വരുന്നത്, അതിൻ്റെ സിമ്പിളാണ് അവിടെ വരുന്നത്. സോ യൂട്ടിലിറ്റി മാക്സിമൈസിങ് കൺസ്യൂമേഴ്സ്, അപ്പോൾ യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഉപഭോക്താക്കളുണ്ട്, ഉപയുക്തത പരമാവധി കിട്ടാൻ ആഗ്രഹിക്കുന്ന ഉപഭോക്താക്കളുണ്ട്. അവരുടെ മൊത്തം ഇൻകം എമംഗ് ഡിഫറെന്റ് ഗുഡ്സ്. നമുക്കറിയാം, ഒരു വ്യക്തിക്ക്, ഒരു ഫാമിലിക്ക് ഒരു വസ്തു മാത്രം കൺസ്യൂം ചെയ്യാൻ പറ്റില്ല. ഇൻ ദ ഡേ ടു ഡേ ലൈഫ് ധാരാളം കമ്മോഡിറ്റീസ് ഉണ്ട്. നമുക്ക് ഒരു ദിവസം ഒന്ന് എഴുതി വെച്ച് നോക്കുക. ഒരു പറയും ഡോക്ടറിന്റെ അടുത്ത് ഞാൻ ഒന്നും കഴിക്കൂലെന്ന് പറയും. നമുക്ക് കഴിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതി വെച്ച് നോക്കും. ഈ പർട്ടിക്കുലർ ഇഫ് യു ഗോ ഔട്ട്. അതേപോലെ തന്നെ നമ്മൾ ഒരു ഫാമിലി സ്പെൻസ് ദെയർ ഇൻകം ഓൺ ഇൻ സച്ച് എ വേ. ഇക്വി മാർജിനൽ യൂട്ടിലിറ്റി ഞാൻ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ഇക്വി മാർജിനൽ യൂട്ടിലിറ്റി മീൻസ് ഒരു ഫാമിലി വെൻ ദേ സ്പെൻഡ് ദെയർ income, limited income on different commodities, they should spend in such a way that the marginal utility attained from different commodities should be equal. അതാണ് equimarginal utility. അപ്പോൾ രൂപ income among different goods until the marginal utility of the last rupee is equalized with each good consumed under certain conditions. Okay. ഇനി അടുത്തത് competitive prices and the first fundamental theorem of welfare. Attaining Pareto's efficient allocation resource requires that rate of trade-off between any goods, say X and Y, the marginal rate of substitution between for all producers and marginal rate of substitution for all consumers should be the same. But competitive prices, first fundamental theorem, welfare, marginal rate of technical substitution. അത് എന്താണ്? ഫോർ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഫോർ കൺസ്യൂമേഴ്സ്. ഇവർ രണ്ടുപേരുടെയും തുല്യമായിരിക്കണം. മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, അറ്റൈനിങ് എ Pareto allocation of resources required the rate of trade-off. Trade-off means രണ്ടുപേരുടെയും വ്യാപാരം ലാഭകരമാണെങ്കിൽ between the two goods, say X and Y, എന്തായിരിക്കണം? മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷനും marginal rate of substitution of the producers, marginal rate of substitution for the consumers, രണ്ടും തുല്യമായിരിക്കണം. ഇനി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് എക്കോണമിയിലാണെങ്കിൽ the ratio of price of X to the price of Y provides this common rate of trade-off. അതിനകത്ത് ഇവിടെ തെറ്റുണ്ട്, അത് അടിച്ചിട്ട് വരുന്നില്ല. Because now prices are treated, നമുക്കറിയാം, both for individuals, utility maximizing decisions in firms, profit maximizing decisions, all trade-off rates between X and Y will be equalized to the rate at which X and Y can be traded in the market. ഇത് utility maximizing decisions and in the firm,
profit maximizing decisions and all trade-off rates, എല്ലാ കച്ചവടങ്ങളും between X and Y will be equalized to the rate at which X and Y can be traded in the market. യാതൊരു വിധത്തിലുള്ള അപ്പം പരേറ്റോന്റെ ഒപ്റ്റിമാലിറ്റി തിയറം വീണ്ടും പറയുകയാണ്. നോ വൺ ക്യാൻ ബി മെയ്ഡ്. മലയാളത്തിൽ എന്തോ ഒരു ഇതുണ്ട്, ഒന്ന് ചർച്ച ചെയ്യുന്നാലേ മറ്റേന്ന് വളവാകും. അതിൻ്റെ ഇത് തന്നെ, നോ വൺ ക്യാൻ ബി മെയ്ഡ് ബെറ്റർ ഓഫ് വിത്തൗട്ട് മേക്കിംഗ് സമ്മൺ. സ്റ്റോക്ക് മാർക്കറ്റൊക്കെ ക്ലിയർ എക്സാമ്പിളാണ്. ഒരാൾ വിൽപ്പന നടത്തുമ്പോൾ മറ്റേ ആൾ മേടിക്കുന്നു, അയാൾക്ക് ലാഭം കിട്ടുകയാണെങ്കിൽ മറ്റേ ആൾക്ക് നഷ്ടം വന്നു. നഷ്ടം വന്ന ആൾക്ക് പിന്നെ വിൽക്കുന്ന നടത്തിയ ആൾക്കോ അല്ലെങ്കിൽ മേടിച്ച ആൾക്ക് ചിലപ്പോൾ അന്ന് സ്റ്റോക്ക് പ്രൈസസ് താഴോട്ട് പോകണമെങ്കിൽ അയാൾക്ക് നഷ്ടം വരും. മറ്റേ ആൾ അത് മേടിച്ച ആളുകൾക്ക്, വിറ്റ ആളുകൾക്കോ അല്ലെങ്കിൽ മേടിച്ച ആളുകൾക്കോ അത് ലാഭം കിട്ടുകയും ചെയ്യും അല്ലേ. ഇപ്പോൾ ഒരു സ്റ്റോക്ക് പ്രൈസിൽ നിന്ന് 100 രൂപയാണ് ഒരാൾക്ക് വിൽക്കുന്നതാണ്, അത് വൈകുന്നേരം ഇപ്പോൾ 80 രൂപയായി. മനസ്സിലായോ? ഇയാൾക്ക് 20 രൂപ ലാഭം കിട്ടി. അങ്ങനെ കൈവച്ചിരുന്നതെന്ന് വെച്ചെങ്കിൽ 100 രൂപ തന്നെ കയ്യിരുന്നതന്നെ. അത് വിറ്റ്, അത് 100 രൂപയ്ക്ക് വിറ്റ്, ഇപ്പം അതിൻ്റെ വില 80 രൂപയുണ്ട്, അയാൾക്ക് 20 രൂപ ലാഭം കിട്ടുകയും ചെയ്തു. As all agents face the same prices in perfectly competitive markets, നമുക്കറിയാം prices of commodities are equal and an efficient allocation will be achieved. This is the first theorem of welfare economics. നോക്കിക്കൊള്ളുക, ഇതും അത് തന്നെ. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, ബെസ്റ്റ് പോയിന്റ് ഈസ് അതിനകത്തല്ല. നമ്മൾ ഈ സ്റ്റാറൊക്കെ നമ്മൾ ഈ കമ്പ്യൂട്ടറിനകത്ത് ഇത് നമ്മൾ അത് എടുത്തിട്ട് അതിനുശേഷം PPT ചെയ്യുമ്പോൾ ഈ സ്റ്റാറുകളൊന്നും ഇൻഡു ഒന്നും വരികയൊന്നുമില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ കൈവശം ബുക്കുണ്ട്, ഇതെല്ലാം നിങ്ങൾക്ക് ഇത് കാണാം. ഇതിനകത്ത് പറയുന്നത് although the output combination on PP, this is the PP output where isoquant is a tangent. മനസ്സിലായോ? isoquant is a tangent to the price line, where E is the best competitive equilibrium and efficiency in output mix കാണുന്നത് by PP. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ പോയിന്റിലാണ്, ഐസോക്വാണ്ടിന്റെ പോയിന്റിലാണ്. It is tangent to the price line and therefore E is the ideal point where competitive equilibrium and efficiency in productive mix. ഈ പാരഗ്രാഫ് വേണ്ട എടുക്കണ്ട, കാരണം കുറെ ഇതിനകത്ത് ഇതുണ്ട് തോന്നുന്നു. The price mechanism ensures that only that production is technically efficient, but also the forces of supply and demand lead to the Pareto's efficient output combination. So the price mechanism. What is the price mechanism? Market automatically adjusting with the market forces of demand and supply. ആരും നിയന്ത്രിക്കാനില്ല. മാർക്കറ്റ് അല്ലെങ്കിൽ വില നിലവാരങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റിൽ ചെയ്യുന്നതിനാണ് പറയുന്നത് മാർക്കറ്റ് മെക്കാനിസം എന്നത്. അപ്പോൾ ദ പ്രൈസ് മെക്കാനിസം അല്ലെങ്കിൽ പ്രൈസ് മെക്കാനിസം എൻഷുവേഴ്സ് നോട്ട് ഓൺലി ദ പ്രൊഡക്ഷൻ ഈസ് ടെക്നിക്കലി എഫിഷ്യൻറ്റ് ബട്ട് ഓൾസോ ദ ഫോഴ്സസ് ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ലീഡ് ടു പാരറ്റോസ് എഫിഷ്യൻറ്റ് ഔട്ട്പുട്ട് കോമ്പിനേഷൻ. അപ്പോൾ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഏകദേശം ഈക്വലിബ്രിയത്തിലെത്തുന്ന പോയിന്റാണ് സപ്ലൈ ആൻഡ് ഡിമാൻഡ്. ആ പോയിന്റാണ് പരേറ്റോന്റെ അതിൻ്റെ എഫിഷ്യൻറ്റ് ഔട്ട്പുട്ട് കോമ്പിനേഷൻ. ദിസ് ഈസ് ദ ഫസ്റ്റ് ഫണ്ടമെന്റൽ തിയറം ഓഫ് വെൽഫെയർ എക്കണോമിക്സ്. ദ correspondence between competitive equilibrium and Pareto's efficiency provides us the support for the laissez-faire. What is laissez-faire? Free trade. അവരെന്താ പറഞ്ഞത്? പരമാവധി എക്സ്പോർട്ട് ചെയ്യുക, ഏറ്റവും കുറവ് ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ഫോറിൻ എക്സ്ചേഞ്ചോ ഗോൾഡ് കൊടുത്തേച്ചോ മതി. എക്സ്പോർട്ട് ചെയ്യുമ്പോൾ മറ്റ് രാജ്യങ്ങൾക്ക് നമ്മൾ വിൽക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഫോറിൻ എക്സ്ചേഞ്ച് കിട്ടും, അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് തരാൻ ഇല്ലെങ്കിൽ നമുക്ക് അവരിൽ നിന്ന് ഗോൾഡ് മേടിക്കാം. മനസ്സിലായോ? അതാണ് laissez-faire, ഫ്രീ ട്രേഡ്. ഫ്രീ ട്രേഡ് എക്സ്പോർട്ട് മോർ ആൻഡ് ഇമ്പോർട്ട് ലെസ്. ഇന്ത്യയിൽ അത് സാധിക്കുന്നില്ല. വൈ? ജസ്റ്റ് ബിക്കോസ് വി ആർ ഇമ്പോർട്ടിങ് ഏകദേശം 80% ഓഫ് അവർ ഓയിൽ റിക്വയർമെന്റ്സ് വി ഡിപ്പെൻഡ് അപ്പോൺ അതർ നേഷൻസ്. ഇന്നിപ്പോൾ റഷ്യ ഇന്നലെ പറഞ്ഞു, ഞാൻ 60 രൂപക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ തന്നേക്കാം. ദാറ്റ് ഈസ് എ ബ്ലെസ്സിങ് ഇൻ ദിസ് ഗൈസ്. അത് നമുക്കൊരു അനുഗ്രഹമാണ്. മനസ്സിലായോ? കാരണം അന്താരാഷ്ട്ര വിപണിയിൽ ഇന്നിപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 84 രൂപ, 84, 82, 54 ഡോളർ എടുക്കേണ്ടത്. അപ്പോൾ അവർ പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് ബ്രന്റ് ക്രൂഡ് $60 തരാം, അത് മേടി. കാരണം റഷ്യക്കെതിരായിട്ട് യുക്രൈൻ വാർ കൊണ്ട് റഷ്യക്കെതിരായിട്ട് സാങ്ഷൻസ്, ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ റഷ്യയുടെ ആരുമായിട്ട് കച്ചവടം നടത്താനായിട്ട് പറ്റൂല. പക്ഷെ ഞാൻ നിങ്ങളുടെ അടുത്ത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, റഷ്യ ഇന്ത്യയുടെ ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് അവർ പെർപ്പച്വൽ
എന്തുമാത്രം ആണെങ്കിലും നമുക്ക് അവർ എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം പറയും, ആഡം സ്മിത്ത്, അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേരാണ് ദ വെൽത്ത് ഓഫ് നേഷൻസ്. അദ്ദേഹം പറയാണ് ഒരു എക്സാമ്പിൾ, ഇറ്റ് ഈസ് നോട്ട് ഫോർ ദ പബ്ലിക് സ്പിരിറ്റ് ഓഫ് ദ ബേക്കർ ദാറ്റ് പ്രൊവൈഡ്സ് ബ്രെഡ് ഫോർ ദ ഇൻഡിവിജ്വൽ കൺസംപ്ഷൻ. മനസ്സിലായോ? പബ്ലിക്കിന് വേണ്ടിയിട്ട് സഹായം ചെയ്യാനല്ല അദ്ദേഹം ഈ ബ്രെഡ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് നാട്ടിൽ കൊടുക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? അതർ ബേക്കേഴ്സ് ആൻഡ് അതർ പ്രൊഡ്യൂസേഴ്സ് ഓപ്പറേറ്റ് ഇൻ ദർ ഓൺ സെൽഫ് ഇൻട്രസ്റ്റ്. അതുകൊണ്ട് അവർക്ക് പരമാവധി ലാഭം ഉണ്ടാക്കുക. റെസ്പോണ്ടിങ് ടു മാർക്കറ്റ് സിഗ്നൽസ്. കൂടുതൽ ബ്രെഡിന് ആവശ്യമുള്ളപ്പോൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കും. അത് ക്ഷേമത്തിന് വേണ്ടിയിട്ടും ചാരിറ്റിക്ക് വേണ്ടിയിട്ടൊന്നല്ല. That is for their self-interest. Individuals also respond to these signals when deciding how to allocate. അതുപോലെ തന്നെ വ്യക്തികളും ഉൽപാദന മേഖലയിൽ ഇരിക്കുന്ന വ്യക്തികളും അവർക്ക് ഓരോരുത്തർക്കും ഓരോ ഇത് കിട്ടുമ്പോൾ അവരെന്താണ് ചെയ്യുന്നത്? ഉൽപാദനത്തിലിരിക്കുന്ന പ്രൊഡ്യൂസേഴ്സ് അവരുടെ വിഭവങ്ങൾ അതനുസരിച്ച് സ്ട്രൈക്ക് വെൻ ദ അയൺ ഈസ് ഹോട്ട്. ആളുകൾ ആവശ്യപ്പെടുമ്പോഴാണ്. ഇപ്പം വേൾഡ് കപ്പ് അടുത്ത ഞായറാഴ്ച കൊണ്ട് തീരും. ഇനി വേൾഡ് കപ്പിന്റെ സമയത്ത് ഉണ്ടായ ഖത്തറിലുണ്ടായ സാധന സേവനങ്ങളുടെ ആവശ്യങ്ങൾ ഇനി ഉണ്ടാവില്ല. സോ ദേ വിൽ പ്രൊഡ്യൂസ് ദ മാക്സിമം. അപ്പൊ ഇൻഡിവിജ്വൽസ് ഓൾസോ ഏത് വസ്തുവിനാണ് കൂടുതൽ ഇപ്പൊ ഡിമാൻഡ് ഉള്ളത്? ഇഫ് ഇറ്റ് ഈസ് ഫോർ ടൂ വീലർ, പ്രൊഡ്യൂസ് മോർ ടൂ വീലേഴ്സ്. കൊറോണ സമയത്ത് മോസ്റ്റ് ഓഫ് ദ ഫാമിലീസ്, മിക്ക ഫാമിലീസും ഒരു ടൂ വീലർ മേടിക്കേണ്ട ഗതികേടില്ലോ കാശുണ്ടായിട്ടൊന്നും അല്ല. കാരണം പുറത്തോട്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് ഇല്ല. വെളിയിൽ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഒരു മാർഗവും ഇല്ല. ഡബിൾ കയറി പോയിട്ടുണ്ട്, പോലീസുകാർ അപ്പം പിടിച്ചെടുത്തും. ഒള്ളി വൈഫിന് അല്ലെങ്കിൽ റിലേറ്റീവിന് മാത്രമേ പോകാൻ പാടുള്ളൂ. സോ സാധാരണ ജോലിക്കാരൊക്കെ എല്ലാവരും പോയി മേടിച്ചു, ലോൺ എടുത്ത് സ്വർണം വിറ്റ് എല്ലാവരും പോയി മേടിച്ചു. സോ ഏറ്റവും കൂടുതൽ ഈ കൊറോണ സമയത്ത്, കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതൽ ഈ ഓട്ടോമൊബൈൽ, പ്രത്യേകിച്ച് ടൂ വീലേഴ്സ് ആണ് ഏറ്റവും നല്ലതായിട്ട് പെർഫോം ചെയ്തത്. ഡിപ്പാർട്ടിങ് ഫ്രം ദ കോമ്പറ്റേറ്റീവ് അസംഷൻസ്. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞത് ഇതെല്ലാം പെർഫെക്റ്റ് കോമ്പറ്റീഷനാണ്. ഇനി പെർഫെക്റ്റ് കോമ്പറ്റീഷന് ഡിപ്പാർട്ട് ചെയ്ത് പോലെ ഇനി മറ്റ് അറിയാല്ല. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇൻക്ലൂഡ്സ് ഓൾ ദോസ് സിറ്റുവേഷൻസ് in which economic agents exert some pressure over the market in determining the price. അപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പ്രൈസ് ഫിക്സിങ്ങിന് പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ കമ്പനികൾക്ക് അധികാരമില്ല. നേരെ മറിച്ച് പെർഫെക്റ്റ് കോമ്പനി മൊണോപ്പൊളി, ദേ ക്യാൻ ഫിക്സ് ദ പ്രൈസ്. മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ അവർക്ക് ഫിക്സ് ദ പ്രൈസ്, അവർക്ക് പ്രൈസ് ചെയ്യാം. ഒളിഗോപ്പൊളി അവർക്ക് പ്രൈസ് ചെയ്യാം. നാളെ തൊട്ട് 1-ാം തീയതി തൊട്ട് ടാറ്റ കാറുകാർ പ്രൈസ് ഹൈക്ക് ചെയ്യാൻ പോണേ. അതുകൊണ്ട് മറ്റവരും കൂട്ടറൊന്നുമില്ല. പിടിച്ചിരിക്കാൻ പറ്റില്ലെങ്കിൽ അവരും കൂട്ടും. ടാറ്റയുടെ വില കൂട്ടിയത് കൊണ്ട് ഇഫ് പീപ്പിൾ റിയലൈസ് ദാറ്റ് ടാറ്റാസ് വെഹിക്കിൾസ് ആർ വൺ ഓഫ് ദ ബെസ്റ്റ്, ഇച്ചിരി പൈസ കൂടിയാൽ അവർ അത് തന്നെ പോയി മേടിക്കും. ഇതാണ് അവർ പ്രൈസ് കൂട്ടാനായിട്ടുള്ള കാരണം ഉണ്ടാകുന്നത്. സോ ഫേം ദാറ്റ് ഫേസസ് എ ഡൗൺവേർഡ് സ്ലാപ്പിംഗ് ഡിമാൻഡ് കർവ് ഫോർ ഈസ് പ്രൊഡക്ട്സ് വിൽ റെക്കഗ്നൈസ് ദാറ്റ് ദ മാർജിനൽ റവന്യൂ ഫോർ സെല്ലിംഗ് വൺ മോർ യൂണിറ്റ് ഈസ് ലെസ് ദാൻ ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദാറ്റ് യൂണിറ്റ്. അത് നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഈ എല്ലാവർക്കും അവരുടെ രീതിയിൽ അവർക്ക് ഇത് വില നിശ്ചയിക്കാനായിട്ട് സാധിക്കും. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ സാധിക്കില്ല. The competitive price system can also fail to allocate resources efficiently when there are interactions among firms and individuals that are not adequately reflected in them. ഇനി പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ദ കോമ്പറ്റേറ്റീവ് പ്രൈസ് സിസ്റ്റം, അത് വേണമെങ്കിൽ ഫെയിൽ ആയി പോകാം. എപ്പോഴാണ്? when there are interactions among firms and individuals that are not adequate. ചിലപ്പോൾ മാർക്കറ്റിൽ അത് റിഫ്ലക്ട് ചെയ്യില്ല. there may be price war. മനസ്സിലായോ? 1-ാം തീയതി തൊട്ട് ടാറ്റ മോട്ടോഴ്സ് വില കൂട്ടാൻ ടാറ്റയുടെ കമ്പനിക്കാർ കൂട്ടുമ്പോൾ മാരുതിക്കാർ കൂട്ടാതിരിക്കില്ല. കാരണം ആദ്യം തന്നെ അവർ മിണ്ടാതിരിക്കും. പക്ഷെ മാരുതിക്കാരന് പഴയ പോലെ തന്നെ ഡിമാൻഡ്, ടാറ്റയുടെ വണ്ടിയുടെ വില കൂടിയിട്ടും മാരുതിക്കാരന് കാര്യമായിട്ടുള്ള ഡിമാൻഡ് കൂടിയിട്ടൊന്നുമില്ല. കാരണം വില അതുപോലെ നിൽക്കുന്നത്. അതുകൊണ്ട് അവരും വില കൂട്ടും. ദീസ് ആർ പ്രൈസ് വാർസ്. If one increases the price, others may not follow. So പക്ഷെ ഒരാൾ വില കുറച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും വില കുറക്കും. അല്ലെങ്കിൽ അവരുടെ മാർക്കറ്റ് ഷെയർ പോയിക്കും. വിത്ത് എക്സ്റ്റേണാലിറ്റീസ് മാർക്കറ്റ് പ്രൈസ് നോ ലോങ്ങർ റിഫ്ലക്ട് ഓഫ് എ ഗുഡ്സ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പം കുറെ എക്സ്റ്റേണാലിറ്റീസ് ഉണ്ട്. വാട്ട് എക്സ്റ്റേണാലിറ്റി? പൊല്യൂഷൻ, അതാണ് പ്രധാനമായിട്ടുള്ള പൊല്യൂഷൻ. പിന്നെ റോഡിൻ്റെ ശോചനീയാവസ്ഥ, ഇതെല്ലാം എക്സ്റ്റേണാലിറ്റീസ് ആണ്. കൺജഷൻ, അർബൻ പ്രോബ്ലം, ഹൗസിംഗ് പ്രോബ്ലം, ഇതെല്ലാം എക്സ്റ്റേണാലിറ്റി.
there is a divergence between private and social marginal cost and these extra social cost. Now, what are public goods? Park. Let us take the example of a park. It's a public good. Public park. Children's park in namukku paisa kodukkanam. These are goods such as public education, government വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, government public health, government hospital providing free service, which have two properties that make them unsuitable for production in the market. ഇത് മാർക്കറ്റിൽ അൺസ്യൂട്ടബിൾ റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഒന്ന്, ഗുഡ്സ് ദാറ്റ് ആർ നോൺ റൈവൽ in that additional people can consume benefits of them at zero cost. ആർക്ക് വേണമെങ്കിലും അഡീഷണൽ പീപ്പിൾ എത്ര ആളുകൾക്ക് വേണമെങ്കിലും പാർക്കിനകത്ത് കയറാം, നോ കോസ്റ്റ് കൊടുക്കണ്ട. Then this property suggests that the current price for such good is zero, which is obviously a problem for the market mechanism to operate. അവിടെ മാർക്കറ്റ് മെക്കാനിസം ഇല്ല. വില കൂടുമ്പോൾ കുറവ് മേടിക്കുകയും വില കുറയുമ്പോൾ കൂടുതൽ മേടിക്കുകയും ചെയ്യും. അതിനെ പറഞ്ഞ മാർക്കറ്റ് മെക്കാനിസം. കാരണം എന്താണ്? ഇതിന്റെ കൺസ്യൂമേഴ്സിന് കൊടുക്കേണ്ട വില എന്ന് പറഞ്ഞാൽ സീറോയാണ്. അപ്പോൾ അവിടെ മാർക്കറ്റ് മെക്കാനിസം അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ സെക്കൻഡ് ഫീച്ചർ ഓഫ് മെനി പബ്ലിക് ഗുഡ്സ് ഇസ് ദ നോൺ എക്സ്ക്ലൂഷൻ. നോ ഇൻഡിവിജ്വൽ ക്യാൻ ബി എക്സ്ക്ലൂഡഡ്, പ്രീക്ലൂഡഡ് ഫ്രം കൺസ്യൂമിങ് എ ഗുഡ്. ഒരു ഗുഡ് കൺസ്യൂം ചെയ്യുന്നതിന് ആർക്കും അത് കാരണം വെള്ളം, ടാപ്പിലുള്ള വെള്ളം റോഡിൽ, നോബഡി ക്യാൻ പ്രിവെന്റ് ദ പീപ്പിൾ, ദ പബ്ലിക് ടു യൂസ് ദാറ്റ് വാട്ടർ. അതിനെപ്പറ്റി നമ്മുടെ വീട്ടിൽ വന്ന് വെള്ളം ചോദിച്ച് ചിലപ്പോൾ കുടിക്കാം, പക്ഷെ റോഡിൽ കിടക്കുന്ന വെള്ളത്തിന് ഇതില്ല. ഹെൻസ് എ മാർക്കറ്റ് കോണ്ടസ്റ്റ് മോസ്റ്റ് കൺസ്യൂമേഴ്സ് വിൽ അഡോപ്റ്റ് എ ഫ്രീ റൈഡർ സ്റ്റാൻഡ്സ് വെയിറ്റിംഗ് ഫോർ സമൺ എൽസ് ടു പേ. ഇപ്പൊ ഇലക്ട്രിസിറ്റി ഇവിടെ രാത്രി ലൈറ്റ് ഉണ്ടാവും, അത് പഞ്ചായത്താണ് കൊടുക്കുന്നത്. പഞ്ചായത്ത് നമ്മുടെ അടുത്ത് ടാക്സ് പിടിക്കുന്നുണ്ട്. അത് കാരണം ഫ്രീ റൈഡറായിട്ട് ടാക്സ് കൊടുക്കാത്തവരും ടാക്സ് കൊടുക്കുന്നവരും അത് ഉപയോഗിക്കുന്നുണ്ട്, അല്ലേ? പബ്ലിക് ടാപ്പ്, ഗവൺമെന്റിന്റെ വരുമാനം പ്രധാനമായിട്ട് നമ്മളുടെ ടാക്സ് ആണ്. അപ്പോൾ ടാക്സിന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഗവൺമെന്റ് പബ്ലിക് ടാപ്പ് ഇത് വെക്കുമ്പോൾ ടാക്സ് കൊടുത്തവനും കൊടുക്കാത്തവനും ഒരേപോലെ തന്നെ അവർക്ക് പെരുമാറാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇനി ഇംപെർഫെക്റ്റ് ഇൻഫർമേഷൻ. എന്താണ് ഇൻഫർമേഷൻ? പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ അസ്യൂം ചെയ്യുന്നത് എല്ലായിടത്തും പെർഫെക്റ്റ് ഇതുണ്ട്, ഇൻഫർമേഷൻ ഉണ്ട്. ഇല്ല, ഫേംസ് ആർ അസ്യൂംഡ് നോ പ്രൊഡക്ഷൻ ഫങ്ഷൻസ് ഓപ്പറേറ്റിംഗ് ഇൻ ദർ ഇൻഡസ്ട്രി ആർ അസ്യൂംഡ്. എല്ലാ കമ്പനികൾക്കും അവരുടെ മേഖല, ഇപ്പൊ സിമെന്റ് ഇൻഡസ്ട്രിക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് മറ്റ് ഒരു കമ്പനിയിൽ നടക്കുന്നത് എന്ന്, എല്ലാ കമ്പനിയിലും നടക്കുന്നതെന്ന് ഓരോ കമ്പനികൾക്കും അറിയാൻ പറ്റില്ല. കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ച ക്വാളിറ്റി ഓഫ് ദ പ്രൊഡക്ട്സ്, ഗുഡ്സ് അറിയണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കൂല. ദിസ് അസംഷൻ ബ്രേക്സ് ഡൗൺ ദ കൺസ്യൂമേഴ്സ് ആർ അൺസർട്ടൻ അബൌട്ട്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ അസംഷൻസ് ഒക്കെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, മനസ്സിലായോ? കൺസ്യൂമേഴ്സിന് അവർക്ക് വില എന്താണെന്ന് അറിയാൻ പാടില്ല, ക്വാളിറ്റി ഓഫ് ഗുഡ് എന്താണെന്ന് അറിയാൻ പാടില്ല, ദെൻ പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്താണെന്ന് അറിയാൻ പാടില്ല, ആൻഡ് പ്രൊഡ്യൂസേഴ്സിനെ സംബന്ധിച്ച പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്താണെന്ന്. ആൻഡ് ദെയർഫോർ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു പ്രൊഡ്യൂസ് ടു അറ്റൈൻ മാർക്കറ്റ് എഫിഷ്യൻസി എന്ന് വെച്ച് പറഞ്ഞാൽ ഇതായിട്ട് പറയാൻ പോണേ അടുത്ത മൊഡ്യൂളാണ് എഫിഷ്യൻസി ഓഫ് ദ മാർക്കറ്റ് മെക്കാനിസം, മാർക്കറ്റ് ഫെയിലിയർ ആൻഡ് ദ റോൾ ഓഫ് ദ സ്റ്റേറ്റ്. അപ്പോൾ മാർക്കറ്റ് ഫെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് എന്ത് ചെയ്യണം? മാർക്കറ്റ് ഫെയിൽ എന്ന് പറഞ്ഞാൽ തോന്നുന്ന പോലെ ചെയ്യണേ, ഒന്നാമത്തെ അസംഷൻസ്. അപ്പോൾ മാർക്കറ്റ് ഫെയിൽ സാധനങ്ങളുടെ വില ഗണ്യമായിട്ട് കയറിപ്പോണേ. അപ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്യണം? ഗവൺമെന്റ് ഷുഡ് ഇന്റർഫിയർ. ഒരു സീലിംഗ് ലിമിറ്റ് വെക്കണം, ഇത്ര വിലക്കുള്ളിൽ കൂടാൻ പാടില്ല. അത്ര വിലയിൽ കൂടിയിട്ടുണ്ടെങ്കിൽ ഒരു മൊണോപ്പൊളി ആണെങ്കിൽ അത്ര വിലയൊക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? വേറെ ആളുകൾക്ക് ലൈസൻസ് കൊടുക്കും. അപ്പൊ ഇയാളുടെ മൊണോപ്പൊളി പവർ പോയി. ചില അരി നമുക്ക് ഈ മാവേലി സ്റ്റോറിലൊക്കെ അരി പുറത്തുള്ള അരിക്ക് 40 രൂപയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് 20 രൂപ 25 രൂപക്ക് തരുന്നുണ്ട്. ദാറ്റ് ഈസ് സബ്സിഡി. ഇതെല്ലാം ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ മാർക്കറ്റ് നമ്മൾ പറഞ്ഞു there may be unavoidable deviations from the assumptions of perfect competitions. ഇനി ഏതെല്ലാമാണ് അസംഷൻ? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ നമ്മൾ ഉദ്ദേശിച്ച ഏതെല്ലാം അസംഷൻസ് ആണ് പറഞ്ഞേക്കാം? ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ്, ഹോമോജീനിയസ് പ്രൊഡക്റ്റ്, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ഫ്രീ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ, നോ ബാരിയേഴ്സ്, ആർക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പ്രവേശിക്കാം, നോബഡി എക്സസൈസസ് കൺട്രോൾ ഓവർ ദ മാർക്കറ്റ്. കാരണം ഒരാൾ വിചാരിച്ചാലും രണ്ടുപേര് വിചാരിച്ചാലും മാർക്കറ്റിൽ വലിയ കാര്യമായിട്ടുള്ള ചലനമൊന്നും ഉണ്ടാവില്ല. ദർ ഡസ് നോട്ട് എക്സിസ്റ്റ് എനി എക്സ്റ്റേണാലിറ്റി, മീൻസ് മറ്റു വിധത്തിലുള്ള തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇതെല്ലാം അസംഷൻസ് ആണ്. ഈ അസംഷൻസ് നമ്മൾ ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ദർ ക്യാൻ ലീഡ് ടു മാർക്കറ്റ് ഫെയിലിയർ. അവിടെയാണ്
നമുക്ക് അസംഷൻസ് ഒക്കെ കാര്യമായിട്ട് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല, സ്മൂത്തായിട്ട് പോവുകയല്ലോ. ഏതെങ്കിലും അസംഷൻ, കാരണം നമുക്കറിയാം പെർഫെക്റ്റ് കോമ്പറ്റീഷന് നമ്മൾ ഉദ്ദേശിക്കുന്ന അസംഷൻസ് ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ അത് പാലിക്കാൻ പറ്റൂല, മൊണോപ്പൊളി ഒട്ടും പാലിക്കൂല. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? മാർക്കറ്റ് ഫെയിലിയർ ഉണ്ടാവും. ഡിപ്പാർട്ട്മെന്റ് ഇംപെർഫെക്റ്റ് മാർക്കറ്റ്, സം എക്സാമ്പിൾസ് നമുക്കറിയാം. എന്താണ്? violation of assumption of perfect competition, that the larger number of buyers and sellers in each market is very large. Then there are some goods are produced and sold by one or few sellers. ഏതാണത്? A few sellers as goods and purchased by a few buyers. അപ്പോൾ കുറച്ച് പേര് മേടിക്കുന്നവരുണ്ട്, കുറച്ച് പേര് വിൽപ്പനക്കാരുണ്ട്. അതാണ് മാർക്കറ്റ് സിറ്റുവേഷനിൽ എക്സാമ്പിൾസ്. ഒന്ന്, where some goods are produced and sold by one seller. നമുക്കറിയാം മൊണോപ്പൊളി, ഇന്ത്യൻ റെയിൽവേസ്, അതുപോലെ തന്നെ റെയിൽ റോഡ് ട്രാൻസ്പോർട്ടേഷൻ. ഇന്ത്യൻ റെയിൽവേസ് as a monopoly in rail road transportation. Okay, electricity board ഗവൺമെന്റിന്റെയാണ് മൊണോപ്പൊളി. Then some goods are produced by few പിന്നെ sellers. അതാരൊക്കെയാണത്? ജെറ്റ് എയർവേസ്, ഇന്ത്യൻ എയർവേസ്, ഇൻഡിഗോ, മൊബൈൽ സർവീസ്, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി, ഹോണ്ട, മാരുതി എക്സെട്ര. ഇത് ഫ്യൂ സെല്ലേഴ്സ് ആണ്. വെൻ ദർ ആർ ഫ്യൂ ബയേഴ്സ്, അതിനെ പറഞ്ഞാൽ ഒളിഗോപ്സോണിക്. എന്താണ്? അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ്, കൊക്ക, ടീ, ടുബാക്കോ ഹാസ് ബിഗ് ബൈയിങ് ഇൻഡസ്ട്രീസ്, ഹാസ് എ ബിഗ്. അത് മൊത്തമായിട്ട് അവർ മേടിക്കുന്നതാണ്. എന്നിട്ട് അവരുടെ കമ്പനി കൊണ്ട് അവർ മാനുഫാക്ചർ ചെയ്ത് വിൽക്കുന്നതാണ്. അവര് മേടിക്കുന്നവർ കുറവാണ്. ഞാൻ പറഞ്ഞില്ല, കയർ ഇൻഡസ്ട്രി മേടിക്കുന്ന ആൾ ഒരാളേ ഉള്ളൂ, എല്ലാ കുറെ ഏജന്റ് ഉണ്ട്, ഇതെല്ലാം കൊണ്ട് ഒരാൾ കൊണ്ട് വിൽക്കും. അപ്പൊ ഇന്ത്യൻ റെയിൽവേസ് ദ ഓൺലി എംപ്ലോയർ ഫോർ ലോക്കോമോട്ടീവ് എഞ്ചിൻസ് ഇൻ ദ കൺട്രി. എന്താണ്? വൺ എഞ്ചിൻ, വൺ ഒളിഗോ, a few buyers of the product. Externality occurs when the violation of assumptions entail cost or benefit to third party. അപ്പൊ മൂന്നാമത്തെ ആൾക്ക്, ബയറോ സെല്ലറോ അല്ലാത്ത മൂന്നാമത്തെ ആൾക്ക്, സ്മോക്ക് ചെയ്യുന്ന ഒരാളിരുന്ന് അതായിരിക്കണത്, അയാൾക്ക് പിന്നെ പ്രീമച്യൂറായിട്ട് അയാൾ മരിച്ചു പോകും, സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ അതുകൊണ്ട് അടുത്തിരിക്കുന്ന ആൾക്ക് കിട്ടുന്ന, തേർഡ് പാർട്ടിക്ക് കിട്ടുന്ന പിന്നെ ദൂഷ്യം അതിനെക്കാട്ടിയും കൂടുതലാണ്. One person's actions affects another person's well-being positively or negatively, and relevant cost or benefits accrued to one person or reflected in the market price. ഇനി പബ്ലിക് ഗുഡ്സ് ഇനി പറയേണ്ട ആവശ്യമില്ല. ദോസ് ഗുഡ്സ് കൺസംഷൻ കനോട്ട് ബി റെസ്ട്രിക്റ്റഡ്. ഫോർ ഇൻസ്റ്റൻസ് സ്ട്രീറ്റ് ലൈറ്റുകൾ. അനദർ ക്ലാസിക് എക്സാമ്പിൾ ഈസ് ഡിഫൻസ്. എന്താണ്? വിച്ച് പ്രൊട്ടക്ട് ദ ഹോൾ സൊസൈറ്റി. ദീസ് ഗുഡ്സ് ആർ കോൾഡ് പബ്ലിക് ഗുഡ്സ് അല്ലെങ്കിൽ സോഷ്യൽ ഗുഡ്സ് എന്ന് പറയാം. എ പബ്ലിക് ഗുഡ് ഹാസ് ടു ക്യാരക്ടറിസ്റ്റിക്സ്. എന്താണ്? നോൺ എക്സ്ക്ലൂസിബിലിറ്റി ആൻഡ് നോൺ റൈവൽറി. നോൺ എക്സ്ക്ലൂസീവ്, ആരെ ഇതിനകത്തുനിന്ന് പ്രവേശിപ്പിക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല. രണ്ടാമത് നോൺ റൈവൽ, ദാറ്റ് ഈസ് അതിന്റെ ഓപ്പോസിറ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം. ദീസ് ക്യാരക്ടറിസ്റ്റിക്സ് മേക്ക് ഇറ്റ് difficult for the market producers to sell the good to individual consumers. Non-exclusivity means that we cannot exclude non-tax. നിങ്ങൾ ടാക്സി കയറുന്നില്ല, അതാണ് നിങ്ങൾ പാർക്കിൽ കയറണ്ട, പബ്ലിക് പാർക്കിൽ കയറണമെന്ന് പറയാൻ പറ്റില്ല. ഡിഫൻസ് സർവീസ്, ഓപ്പോസിറ്റ് is that exclusable good. If one needs to phone services, അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഡിഫൻസ് സർവീസ്, പബ്ലിക് ഗുഡ്. ഫോൺ സർവീസ് വേണമെങ്കിൽ ഫോൺ മേടിക്കണം, അതുപോലെ സർവീസ് ചാർജും കൊടുക്കണം നമ്മൾ. The non-rivalry means that when a person consumes a good, it will not diminish other person's share. ഒരാളും കൂടി ജനിച്ചു വിചാരിച്ചുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ ഷെയർ ഒന്നും കുറയാൻ പോകുന്നില്ല. നേരെ മറിച്ച് ഒരാൾ ഒരു പിന്നെ ബേക്കറിയിൽ നിന്ന് ഒരു പിസ്സ മേടിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ പിന്നെ എന്തുമാത്രം ഒരാൾ കഴിക്കുന്നത് അത് അത്രയും മറ്റേ ആൾക്ക് കുറവായി. ഒരാൾ പുതിയതായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നെന്ന് വിചാരിച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിലേക്ക്, ഒരു കുടുംബത്തിലേക്കോ അല്ലെങ്കിൽ രാജ്യത്തിലേക്ക് വന്നെന്ന് വിചാരിച്ചുകൊണ്ട് കാര്യമായിട്ട് ചലനമൊന്നും ഉണ്ടാക്കില്ല. നേരെ മറിച്ച് ഒരാൾ ബേക്കറിയിൽ നിന്ന് പിസ്സ മേടിച്ച് തിന്നിട്ടുണ്ടെങ്കിൽ 2 കടി കടിച്ച് അടുത്ത ആൾക്ക് കൊടുത്തു, ആ 2 കടി തീർന്നു കഴിഞ്ഞു. അത് റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റുമല്ലോ. ഓപ്പോസിറ്റ് അത് പറഞ്ഞിട്ടുണ്ട്. ഇംപെർഫെക്റ്റ് ഇൻഫർമേഷൻ. ഒന്ന്, violation of assumptions and consumers and producers have full knowledge of the practices. അവൈലബിൾ പ്രൈസസ്. ഉദാഹരണമായിട്ട് പറയാൻ, ഇത് ഇംപെർഫെക്റ്റ് ഇൻഫർമേഷൻ ആണ്. എല്ലാവർക്കും പ്രൈസിനെ കുറിച്ചും പ്രൊഡക്റ്റിനെ കുറിച്ചൊക്കെ പൂർണ്ണമായിട്ട് ഇൻഫർമേഷൻ, നല്ല അറിവുണ്ടെന്നുള്ളതാണ് നമ്മളുടെ ആദ്യത്തെ ഇത്. അതിനകത്ത് പറയുന്നത് സെക്കൻഡ് ഹാൻഡ് വെഹിക്കിൾ വിൽക്കുന്ന ആൾക്കറിയാം കാർ എങ്ങനെ ഇരിക്കണമെന്ന്. ചിലപ്പോൾ ഇടിച്ച് വെണ്ണീറായ പിന്നെ വണ്ടിയായിരിക്കും, അതെല്ലാം പെയിന്റ് ചെയ്ത് കൊണ്ട് കൊടുക്കും.
കാറിന്റെ കണ്ടീഷൻ, സെക്കൻഡ് ഹാൻഡ് കാറിന്റെ കണ്ടീഷൻ ഓണറിന് അറിയാൻ പാടുള്ളൂ, ബയറിന് അറിയാൻ പാടില്ല. ലേബർ മാർക്കറ്റ്, ഇനി ഒരാൾ ജോലിക്ക് എടുക്കുമ്പോൾ അയാൾ ചിലപ്പോൾ പതുങ്ങിയിരിക്കും, പക്ഷെ അയാൾ ജോലിക്ക് എടുക്കുമ്പോഴായിരിക്കും അയാൾക്ക് ഇതേക്കുറിച്ച് പല മേഖലയിലും അയാൾ വളരെ സ്മാർട്ടായിരിക്കും. കമ്പ്യൂട്ടർ അറിയാം, അയാൾ മറ്റേ തന്നെ അറിയാം, ടൈപ്പിംഗ് അറിയാം, എല്ലാ സൗകര്യങ്ങളും ഓടി നടന്ന് ചെയ്യും. പക്ഷെ അയാൾ എടുത്തിരിക്കുന്നത് ടൈപ്പിങ്ങിന് വേണ്ടിയിട്ടായിരിക്കും. Librarians, for example, he may be very expert in other areas also, particularly language, coining sentences, helping students. ഇതിനൊക്കെ വളരെ സ്മാർട്ടായിരിക്കും. ഇൻഷുറൻസ് ഏജൻസി ഇനി ഇൻഷുറൻസ് ഏജൻസി ഉണ്ട്, അതിനകത്ത് ഒരാളെ എടുക്കുമ്പോൾ അയാൾ സ്മോക്കറാണോ നോൺ സ്മോക്കറാണോ, അയാൾക്ക് മുൻകാല അസുഖം ഉണ്ടോ ഇല്ലയോ എന്ന് ചിലപ്പോൾ അവർക്ക് അറിയാൻ പറ്റില്ല, ഇത് മറച്ചു വെക്കും. അപ്പോൾ കാരണം എന്താണ്, സ്മോക്കറും നോൺ സ്മോക്കറും കൂടുതൽ ഒരേപോലെ തന്നെ പ്രീമിയം കൊടുക്കണം. പക്ഷേ നോൺ സ്മോക്കറിനെക്കാട്ടിയും നേരത്തെ മരണം സംഭവിക്കാൻ സാധ്യതയുള്ളത് സ്മോക്കേഴ്സിനാണ്. പക്ഷെ രണ്ടുപേരും ഈക്വലായിട്ട് പ്രീമിയം കൊടുക്കണം. ആ പ്രീമിയം കൊടുക്കുന്നത് കാരണം അതുകൊണ്ട് സ്മോക്കർ അല്ലാത്ത ആളുകൾക്ക് അത് സഫർ ചെയ്യണം, നേരെ മറിച്ച് മറ്റവൻ ഈ സ്മോക്കിംഗ് ചെയ്യാത്ത ആളുകളിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടുകയും ചെയ്യും. ഇനി adverse selection, market selection, different access to product information. Smokers കഴിഞ്ഞു, they are likely to die younger than average due to bad smoking. The non-smokers ആ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. Moral hazard, if it arises when one party to a contract changes behavior in response of that contract and thus passes the cost of its behavior to the other party to the contract. Example, the smoker. അപ്പോൾ കോൺട്രാക്ട് അവർ ബ്രേക്ക് ചെയ്യണം. ഇവിടെ സ്മോക്കറിന്റെ നോൺ സ്മോക്കറിന്റെ ഇതാണ് in response to that contract and thus passes the cost of that behavior. അതിന്റെ ബെനിഫിറ്റ്, അതിന്റെ ചെലവ് മറ്റേ ആൾക്ക് നോൺ സ്മോക്കറിനായിട്ട് ഇത് ചെയ്യും. ഇൻഷുറൻസ് കമ്പനിയുടെ പിന്നെ എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. കാരണം കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് ആ കോൺട്രാക്ട് ബ്രേക്ക് ചെയ്യണേ, ഇയാൾ സിഗരറ്റ് വലിക്കാൻ തുടങ്ങി, അതായത് സിഗരറ്റ് വലിക്കാൻ തുടങ്ങി. അപ്പം നോൺ സ്മോക്കറും ഇയാളും ഒരേപോലെ തന്നെ അവരെടുത്തിട്ടുണ്ട്, ഇഷ്ടംപോലെ ഇൻഷുറൻസ് ഏജൻസി എടുത്തിട്ടുണ്ട്. അപ്പം നോൺ സ്മോക്കർ എന്ത് ചെയ്യും, നോൺ സ്മോക്കറും സ്മോക്കറും ഒരേപോലത്തെ പ്രീമിയം കൊടുക്കണം. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യാൻ പോകുന്നത് സ്മോക്കേഴ്സിനാണ്. നോൺ സ്മോക്കറിന് അദ്ദേഹം ചിലപ്പോൾ നാച്ചുറൽ ഡെത്ത് ആയിരിക്കും, ചിലപ്പോൾ മറ്റവർക്ക് ചാകുന്നു, നേരത്തെ ചാകുന്നല്ല പറയുന്നത്, ബട്ട് എവറി പോസിബിലിറ്റി ദാറ്റ് ഹി മേ ഡൈ ഏർലിയർ. Deviations between marginal and social cost. Perfectly competitive market firms objective is to maximize the profits by producing, and then P is equal to price is equal to marginal cost. The sum total of private and the third party cost is called social cost. Then internalizing externalities. Externalities, കാരണം എവിടെ വേണമെങ്കിലും externalities ഉണ്ടാവും. One reason is that it will lead to such a situation. External benefits will be conferred on some members society or some external costs will be imposed on some social groups. അപ്പോൾ ഒരു ഉൽപ്പാദിപ്പിക്കുന്ന കോൾ ഉപയോഗിച്ചുകൊണ്ട് പിന്നെ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനി, അതുകൊണ്ട് കറണ്ട് ജനറേറ്റ് ചെയ്യുന്ന അവർക്ക് ലാഭം കിട്ടുന്നുണ്ട്, മനസ്സിലായോ? പക്ഷെ അതിൻ്റെ ചുറ്റുപാടുള്ള ആളുകളുടെ ഹെൽത്ത് കാര്യമായിട്ട് അത് ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യണം അവിടെ ഒന്നുണ്ടെങ്കിൽ തേർഡ് ഗ്രൂപ്പിന് എന്തെങ്കിലും ചിലപ്പോൾ ഇവർ ചെയ്യുന്ന എന്താണെന്നാണ്. ഇപ്പോൾ ആസ്ട്ര മെഡിസിറ്റിക്ക് ഐ ഡോണ്ട് നോ വെദർ ഇറ്റ് ഈസ് ട്രൂ, വേറെ കമ്പനികൾ ഞാൻ പറഞ്ഞുതരാം. ഈ പല FICT ഒക്കെ അവിടെ ജോലി ചെയ്യും. അവിടെ ഒരു പ്രധാനമായിട്ട് ഒരു വലിയൊരു ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിൽ അതിൻ്റെ ചുറ്റിനുമുള്ള ആളുകൾക്ക് ഫ്രീ സർവീസ് കൊടുക്കും. കാരണം ഏറ്റവും കൂടുതൽ അവരെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് കൂടുതലായിട്ട് ആ സേവനം അവർക്ക് അവിടെ കമ്പനിയുടെ എംപ്ലോയീസിന് കൊടുക്കുന്നതല്ല, അവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കും. The presence of externality calls for, അപ്പോൾ എക്സ്റ്റേണാലിറ്റീസ് പൊല്യൂഷൻ, പിന്നെ പൊടി, പിന്നെ നമ്മളിലെ urban പ്രോബ്ലം, കൺജഷൻ, റോഡ് കൺജഷൻ, ട്രാഫിക് പ്രോബ്ലം, ഇതെല്ലാം ചിലപ്പോൾ ഗവൺമെന്റ്, ചിലപ്പോൾ സ്റ്റേറ്റ് ചിലപ്പോൾ ഇടപെടേണ്ടി വരും. നീഡ് ഫോർ പബ്ലിക് individual or consumer producer objective will be to not result in maximum social wealth, hence an economic rationale for some form of government intervention. അപ്പോൾ ഇവിടെ എന്തെങ്കിലും എക്സ്റ്റേണാലിറ്റീസ്, പൊല്യൂഷൻ പോലത്തെ എക്സ്റ്റേണാലിറ്റീസ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ ഗവൺമെന്റ് ഇടപെടണം. ഒന്ന് ടാക്സസ് ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ് അവർക്ക് കൂടുതലായിട്ട് ടാക്സ് ഇമ്പോസ് ചെയ്യുക, എന്നിട്ട് ഇവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ചെലവാക്കുക. ഇവിടെ കോൾ ബേസ്ഡ് ആയിട്ടുള്ള പിന്നെ കമ്പനിയുടെ കുറിച്ചുള്ള ഞാൻ ഉദാഹരണങ്ങൾ പറഞ്ഞത്. ദ ക്ലാസിക് വൈ ഈസ് ടു ടാക്സ് ദോസ് ഹു ക്രിയേറ്റ് എക്സ്റ്റേണാലിറ്റീസ്, മീൻസ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്. കോൾ ബേസ്ഡ് നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി. സോ ഇൻ അഡീഷൻ ടു ദ പ്രൈവറ്റ് മാർജിനൽ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ഇലക്ട്രിക് പവർ ദർ ഇസ് ആൻ എക്സ്റ്റേണൽ മാർജിനൽ കോസ്റ്റ് ഓൾസോ. ഇനി ഡയറക്റ്റ് റെഗുലേഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റെപ്സ് എന്താണ്, ഏതെല്ലാമാണ്? പ്രൈസ് റെഗുലേഷൻ ക്യാൻ ബിക്കം ആൻ ഇമ്പോർട്ടൻറ്റ്. അല്ലെ, സാധനങ്ങളുടെ വില ഗണ്യമായിട്ട് കയറുമ്പോൾ ഗവൺമെന്റ് ഇടപെടും.
ഞാൻ പറഞ്ഞു ഈ മാവേലി സ്റ്റോറിലൊക്കെ അരിയും മറ്റു സാധനങ്ങളൊക്കെ വില കുറച്ച് കൊടുക്കുന്നുണ്ട്, പൊതുവിപണിനെക്കാട്ടും വില കുറച്ച് കൊടുക്കുന്നുണ്ട്. എസെൻഷ്യൽ സർവീസ് ആൻഡ് കമ്മോഡിറ്റീസ് ടു ദ എൻഡ് യൂസേഴ്സ് അറ്റ് എ റീസണബിൾ പ്രൈസ്. ഇന്നലെ ആരണ്ട് പറഞ്ഞിട്ട് 48 രൂപയുള്ള അരിക്കും എന്തും ഇതിനകത്ത് 30 രൂപ 32 രൂപ ഉണ്ടല്ലോ ഈ മാവേലി സ്റ്റോറിലൊക്കെ. ദാറ്റ് സെയിം അരി. അപ്പൊ അത് ഗവൺമെന്റ് ഈസ് ആക്ച്വലി സബ്സിഡൈസിങ്. കാരണം ഇത്രയും വിലയ്ക്ക് ആളുകൾക്ക് ഇത്രയും അരി മേടിച്ച് കഴിക്കാൻ പറ്റില്ല. ദെൻ വെൻ ഇനോർഡിനേറ്റ്ലി ഹൈ പ്രൈസസ് ആണ്, ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ മൊണോപ്പൊളിസ്റ്റ് നല്ല ഇതാണെന്ന് പറഞ്ഞിട്ട് കൂടുതലായിട്ട് ഇങ്ങനെ വില കൂട്ടി. കാരണം ആരാ ചോദ്യം ചെയ്യാനില്ല, അയാൾ തന്നെ തീരുമാനിക്കും എന്തോരം ഉൽപ്പാദിപ്പിക്കണം. 10 എണ്ണം വേണ്ട അടുത്ത് 6 എണ്ണം ഉൽപ്പാദിപ്പിക്കുമ്പോൾ 4 ഉൽപ്പാദിപ്പിക്കൽ വലിയ ഡിമാൻഡാണ്. അങ്ങനെ വരുമ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്യും? പ്രൈസ് കൂട്ടിക്കും. ഇവർ പ്രൈസ് കൂട്ടുമ്പോൾ അവരെന്ത് ചെയ്യും? അടുത്തുള്ള കുറെ ആളുകൾക്കും കൂടി ലൈസൻസ് കൊടുക്കും. ഒരാളുടെ ഇതുകൊണ്ട് ചിലപ്പോൾ മീറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ കുറെ ആളുകൾക്ക്. അപ്പൊ അങ്ങനെ മാർക്കറ്റിൽ ഇതിന്റെ സാധനങ്ങളുടെ വില ഗണ്യമായിട്ട് കയറും. അതുപോലെ തന്നെ ചില മെഡിക്കൽ സർവീസിൽ സ്റ്റെന്റ് ഒക്കെ വളരെ ഇതാണ്. പിന്നെ ഫാർമ കമ്പനികൾ, അതുപോലെ തന്നെ ജനറിക്, നമുക്ക് ഈ ആശുപത്രിയിൽ ഗവൺമെന്റ് ആശുപത്രിയിൽ തരുന്ന മരുന്നുകൾ പുറത്തുപോയി കിട്ടൂല. ദാറ്റ് ഈസ് എ ജനറിക് മെഡിസിൻ. അത് അതിനുവേണ്ടി മാത്രം ഗവൺമെന്റ് ഹോസ്പിറ്റലിന് മാത്രം സപ്ലൈ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചുള്ള മരുന്നുകളാണ്. അതിൻ്റെയൊക്കെ പരമാവധി സ്കേഴ്സിറ്റി വരുമ്പോൾ എന്ത് ചെയ്യും? ഗവൺമെന്റ് വിൽ ടേക്ക് സ്റ്റെപ്സ് ടു ഇംപ്രൂവ് ദാറ്റ്. The regulation of activities. Regulation. The problem with this taxes and subsidies that the level of tax or subsidy cannot be measured accurately in monitoring. ഇപ്പൊ ഗവൺമെന്റ് അത് ശമ്പളം മേടിക്കുന്ന ഈ കോൾ ഇൻഡസ്ട്രിയിൽ നിന്ന് ശമ്പളം മേടിക്കുന്ന എല്ലാവരും അവർ അഡീഷണൽ ആയിട്ട് ഒരു ടാക്സ് വെക്കണം. കാര്യം എന്താണ്? നിങ്ങൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ശമ്പളം കിട്ടുന്നുണ്ട്, പക്ഷെ പുറത്ത് കുറെ ആളുകൾ അതുകൊണ്ട് സഫർ ചെയ്യുന്നുണ്ട്. അവർ പൊല്യൂഷൻ കൊണ്ട് സഫർ ചെയ്യുന്നുണ്ട്. ദെർഫോർ അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് ഒരു ഭാഗം പിടിക്കുന്നില്ല. ടാക്സ് 100 രൂപ ടാക്സ് നമ്മൾ ഈടാക്കുകയാണെങ്കിൽ എല്ലാവർക്കും അതിന്റെ ബേർഡൻ, അതിന്റെ ഖനം ഒന്നാവില്ല. അംബാനിക്ക് 100 എന്ന് പറഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. ടാറ്റയ്ക്ക് 100 ഒന്നും ഉണ്ടാവില്ല. സാധാരണക്കാരന് 100 എന്ന് പറഞ്ഞാൽ ഇറ്റ് വെരി വെരി ഡിഫിക്കൽട്ട്. നിങ്ങൾ പറയും, സാറേ 100 രൂപയല്ലേ? 100 രൂപ ഇല്ലാത്തവനുണ്ട്. അപ്പൊ അവന് ഇപ്പൊ GST ഒക്കെ വരുമ്പോ അല്ലെ, അത് തെറ്റാണത്. റിഗ്രസീവ് എന്ന് പറയും. അടുത്ത പ്രാവശ്യം ഞാൻ പഠിപ്പിച്ചു തരാം. റിഗ്രസീവ് എന്ന് പറയും. അതിന്റെ ബേർഡൻ സാധാരണക്കാരല്ല. ഉപ്പിന് കൊണ്ട് ടാക്സ് വെക്കുക, തീപ്പട്ടി കൊണ്ട് ടാക്സ് വെച്ചിട്ടുണ്ടെങ്കിൽ 10 രൂപയുടെ ഉപ്പ് അല്ലെങ്കിൽ 15 രൂപയുടെ ഉപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഗതി ഇല്ലാത്തവന് ഇപ്പോൾ ഉപ്പ് മേടിക്കണം, ഉള്ളവനും ഉപ്പ് മേടിക്കണം. രണ്ടുപേരും ഒരേ ലെവലിൽ ടാക്സ് കൊടുക്കണം. അത് തെറ്റാണ്. അണ്ടർ വേ ഓഫ് കൺട്രോളിങ് സെറ്റിംഗ് സ്റ്റാൻഡേർഡ് ലിമിറ്റ്സ്. എന്താണ് സ്റ്റാൻഡേർഡ് ലിമിറ്റ്? സെറ്റിംഗ് മിനിമം സ്റ്റാൻഡേർഡ്സ് ഫോർ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി അറ്റ് വർക്ക് പ്ലേസ്. അപ്പൊ PF കൊടുക്കും, അതുകൊണ്ട് ESI കൊടുക്കും. ഇതെല്ലാം വർക്ക് പ്ലേസിൽ ഇതെല്ലാം കൊടുക്കുകയാണ്. പൊല്യൂഷൻ പെർമിറ്റ്സ് എന്താണ്? സെറ്റിംഗ് മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് പൊല്യൂട്ടിങ് ആക്ടിവിറ്റീസ്. അപ്പോൾ FSC നിന്ന് ഇത്ര ക്വാണ്ടിറ്റി മാത്രമേ പൊല്യൂഷൻ പോകാൻ പാടുള്ളൂ. അതിൽ കൂടുതലാണെങ്കിൽ അവർ പീനലൈസ് ചെയ്യും, അവരെ ശിക്ഷിക്കും, അവരെടുത്ത് പൈസ ഈടാക്കുകയും ചെയ്യും. ബാനിങ് സിഗരറ്റ് അഡ്വർടൈസിങ് ആൻഡ് മേക്കിംഗ് വർക്ക് പ്ലേസസ് നോൺ സ്മോക്കിംഗ് എൻവയറമെന്റ്സ്. സിഗരറ്റ് അഡ്വർടൈസ്മെന്റ് ഇപ്പൊ ഇല്ല. ലിക്കർ അഡ്വർടൈസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ക്ലബ് സോഡ അല്ലെങ്കിൽ മാക്ഡോൾ സോഡ എന്നൊക്കെ പറഞ്ഞിട്ട് മാക്ഡോൾ കൊണ്ട് പേര് കിട്ടിയതല്ല, മനസ്സിലായോ? അത് മാക്ഡോൾ സോഡ ഉൽപ്പാദിപ്പിക്കും, കുറച്ച് മാത്രമേ ഉൽപ്പാദിപ്പിക്കുള്ളൂ. പക്ഷേ the other one is one and the same thing. Then public provision, expanding supply of public goods. നമുക്കറിയാം റേഷൻ സംവിധാനം വിപുലീകരിക്കുക. On the presence of massive divergence between private cost and calculations of the supply social, it is being argued that state must increasingly enter into these two areas. എന്താണ്? ഒന്ന്, market forces to essential education, പബ്ലിക് ഹെൽത്ത് ആൻഡ് ടേഴ്സറി ഹെൽത്ത് സർവീസസ്. ഈ മേഖലയിലൊക്കെ ഗവൺമെന്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെന്നിട്ടുണ്ടെങ്കിൽ പനിയായിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു 5000 രൂപ അല്ലെങ്കിൽ 2000 രൂപ 3000 രൂപ മേടിച്ചാൽ നേരെ പറ്റി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെന്നാൽ 2 രൂപക്ക് എഴുതി ഭാഗ്യം ഉണ്ടെങ്കിൽ മാറും. ഇതാണ് അവർ പറയുന്നത്. എഡ്യൂക്കേഷൻ ഹാസ് ബിക്കം ഹൈലി എക്സ്പെൻസീവ്. പണ്ട് കാലങ്ങളിൽ എഡ്യൂക്കേഷനും പബ്ലിക് ഹെൽത്തുമാണ് ഏറ്റവും ചീപ്പായിരുന്നു വെച്ചത്. ഇന്നിപ്പോൾ ഏറ്റവും എക്സ്പെൻസീവ് ആയി ഒരു കുട്ടിയെ പഠിപ്പിക്കാനായിട്ട് നമ്മൾ പൈസ എന്തുമാത്രം ചിലവാക്കുന്നത്. അതുകൊണ്ട് ടേഴ്സറി ഹെൽത്ത് സർവീസ് ഈ മേഖലയിലെല്ലാം ഗവൺമെന്റ് യഥാർത്ഥത്തിൽ വരികയും വേണം. പിന്നെ കൂടുതൽ മുൻപന്തിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരുടെ ജനങ്ങൾക്ക് ഒരു പരിധി വരെ സഹായിക്കാൻ താല്പര്യം. ഇതെല്ലാം നിങ്ങളുടെ ബുക്കിംഗ് നിലനിർത്തേണ്ടതാണ് കേട്ടോ. ഞാൻ ഇച്ചിരി രീതിക്ക് പറഞ്ഞല്ലേ, 11 യൂണിറ്റ് ഉണ്ട്, 8 ക്ലാസ് ഉണ്ട്. അപ്പം ഞാൻ ലാസ്റ്റ് ആയപ്പോൾ 2 യൂണിറ്റ് വെച്ചെടുത്തിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് തീരുമില്ല.
ഇതെല്ലാം നിങ്ങളുടെ ബുക്കിലുണ്ട്, ഒന്നും ഞാൻ കളഞ്ഞിട്ടില്ല. ഒരു ഡയഗ്രാം മാത്രമേ ഞാൻ കഴിഞ്ഞ ആദ്യത്തെ അതിനകത്ത് ഞാൻ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഇനി നാളെ ഇതേ സമയത്ത് നമ്മൾക്ക് ക്ലാസ് ഉണ്ട്. അത് ഫൈനൽ ക്ലാസ്, 8ാമത്തെ ക്ലാസ് കേട്ടോ. താങ്ക് യു വെരി മച്ച്. ഓക്കെ.